അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. സകലത്തെയും ദൈവം ആമേൻ പുറത്തിറക്കി. ഇവിടെ ഒറ്റുകാര് ചെന്ന് രാഹാബിനെയും അവിടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയെല്ലാം പുറത്തിറങ്ങി. യെരിഹോ മതിലിന്റെ മുകളിലാ താമസിക്കുന്നത്. ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ ചരിത്രത്തിലോട്ട് ചെറുതായിട്ടൊന്നൊരു സൂചന തന്നല്ലോ. അതിൻ്റെ മുകളിലാ വീട്. വീടിനോട് ചേർന്ന് ഒരു ഹോട്ടലും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഊണായിരിക്കും. രാഘാവ് വീട്ടിൽ ഊണും. ഇപ്പം മിക്കത് ഈ വീട്ടിൽ ഊണെന്നേ ഉള്ളൂ, ഊണമൊന്നുമില്ല. വീട്ടിൽ ഊണ് ചിലത് നല്ലതാ. അപ്പൊ ഈ വീട്ടിലെ അനേകര് ഈ ചായക്കടയൊക്കെ നടത്തുക, ഹോട്ടല് വന്ന് കഴിച്ചും കുടിച്ചും ഒക്കെ പോവുക. എനിക്ക് തോന്നുന്നു നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ വരികയും പോവുകയും. ചിലയിടത്ത് നമ്മൾ കയറിയാൽ പിന്നെ ആ വഴിക്ക് നമ്മൾ പോവുകയില്ല. അറിയാവുന്നതിനോട് ഞാൻ പറയാം അവിടെ കയറരുതെന്നും പറയും. നമുക്കോ തട്ടുകേട് പറ്റി വേറൊരുത്തിന് എന്തിനാ ഇന്ന് വെട്ടിനകത്താകുന്നേ ഞാൻ പറയും. അണ്ടാ തൊടുപുഴയ്ക്ക് കൂത്താട്ട് വെള്ളം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നു പാനിയും കൂട്ടി ഊണ്, പാനി. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ യാത്ര പോയപ്പം എന്നാ ഒന്ന് കയറാം, ഇലയിലാ പാനി കൂട്ടി. കയറി കഴിഞ്ഞപ്പോൾ തൃപ്തിയായി. ഒരു സഹോദരിയാ വന്ന് വിളമ്പുന്നത്. പെണ്ണുങ്ങളാണല്ലോ കൂടുതലും തലേ തൊപ്പിയെല്ലാം വെച്ച് മുടി പറക്കാതിരിക്കാൻ. അവൾ ഈ സ്പൂൺ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, സ്പൂണിനകത്തൊന്നുമില്ല. ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി കുറച്ചുകൂടെ താ, പൈസ തരാം. അവള് തരുന്നില്ല. ഞാൻ ഹോട്ടൽ നടത്തുന്നവരാണെങ്കിലും വീട്ടിലുള്ളവരോടാണെങ്കിലും ഞങ്ങളുടെ സഭയിലും പറയും, ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ വൃത്തിയായിട്ട് കൊടുക്കണം. മനുഷ്യനെ കളിപ്പിച്ചാൽ നിന്റെ ഹോട്ടലും പൂട്ടും, സകലതും പൂട്ടും. വീട്ടിലാണെങ്കിലും ഒരാൾ വന്നാൽ ഉള്ളത് മതി, അത് അവർ തൃപ്തിയോടെ കൊടുക്കണം. ഇവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ വേണം. ചിലർ വലിയ കൺവെൻഷൻ നടത്തും, വെള്ളം പോലും കൊടുക്കരുത്. സ്വോത്ര കാഴ്ച പിരിക്കാൻ ഇങ്ങനെ ഇവനെല്ലാം ഭ്രാന്തെടുത്ത് നടക്കുക. സഞ്ചി, ഒരുത്തൻ്റെ സഞ്ചി മറ്റവൻ്റെ കുന്തം ഇങ്ങനെ അവനെല്ലാം നോക്ക്, ഇനി ആരിലും പമ്മിയിരിപ്പുണ്ടോന്ന് അങ്ങ് പിഴിയുക. എന്നാൽ ഇവൻ ഈ പോകുന്നവർക്ക് ഇച്ചിരി ദാഹവെള്ളം കൊടുക്കുക. മിക്കവന്മാർ ഇവന്മാർക്കെല്ലാം മേടിക്കാൻ നല്ല എന്നെ നിങ്ങളിരുന്ന് ചിരിക്കുന്നു, ഉള്ള കാര്യമാണ്. മേടിക്കാൻ നല്ല വിരുദ. ഇന്നലെ പറഞ്ഞ പോലെ പരവീടെ അടിക്കാൻ നല്ല വിരുദ. 7, 8, 9 മണി വരെയും 10 മണി വരെയൊക്കെ വന്ന് യോഗത്തിന് കൂടുന്നവർക്ക് ദൂരമുള്ളവരും ചിലപ്പം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഞ്ഞി വെക്കാൻ നേരമില്ലാതെ ഓടി വരുന്നേ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. ഈ ജോലിയും വേലയൊക്കെ കഴിഞ്ഞ് ഒരു യോഗത്തിന് കൂടാനുള്ള ആഗ്രഹത്തോടെ ചിലപ്പം വീട്ടിലൊന്നും ആക്കി അടിക്കാനായി വരുന്നേ. അപ്പോൾ അവർ വന്ന് അല്പസമയമൊക്കെ ഇരിക്കുമ്പം സ്തോത്രം കാഴ്ചക്കാരൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവൻ ഇങ്ങോട്ട് എടുത്തു, പേഴ്സ് മാത്രം, പേഴ്സ് വേണ്ട, പേഴ്സിനകത്തുള്ളതല്ല. എന്നോടൊരുത്തം പറഞ്ഞു കൊണ്ട്, നിങ്ങൾ എങ്ങനെയും പൊക്കോ, ഇവിടെ തരാം. ഇവനെല്ലാം ഭ്രാന്താ കേട്ടോ, നിങ്ങൾ എതിലേലും പൊക്കോളാൻ. തിരിച്ച് കൊണ്ടുവന്നതല്ല അവന്. എല്ലാവർക്കും ഒരു മേടിക്കാൻ പഠിച്ചാൽ പോരാ, കൊടുക്കാനും പഠിക്കണം. പുസ്തകത്തിലെ വാക്യം അങ്ങനെ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് വളരെ നല്ലതാ. ഞാൻ കൊടുക്കുന്ന മുഖവും
ചിലതിൻ്റെ മോന്തി ഒന്നും തെളിയല്ല. കഴിക്കും എന്നുവെച്ചാൽ പമ്മി ഇരുന്നൊരു നോട്ടമുണ്ട്. ഇങ്ങനെ വർക്കത്ത് കെട്ടതിൻ്റെ ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല മുളകുടച്ചതാ മതി, പക്ഷെ അത് കൊടുക്കുന്നതിനൊരു വിധവും ആ സ്നേഹവും ഒക്കെ ഇത് കഴിക്കണ്ടല്ലോ. അത് കാണുമ്പോൾ തന്നെ ഒരു 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 സന്തോഷവും തൃപ്തിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ രാഹാബ് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഹോട്ടലുമൊക്കെ നടത്തുകയാണ്. അപ്പൊ അനേകർ ഇവിടെ വന്ന് കഴിച്ചും കുടിച്ചുമൊക്കെ പോകുമ്പോൾ ഈ ഇസ്രയേലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ഇവള് കേട്ടു. അവള് കേട്ടിട്ട് അവള് ഒറ്റുകാരോട് പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങളുടെ ദൈവം. അങ്ങനെ ആ വാക്യം ഒന്ന് വായിച്ചേ. കണ്ടോ ദൈവദാസനെ? ആ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. ഒന്നുകൂടെ വായിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. യഹോവ തന്നെ. അപ്പോ ഇവക്ക് ഈ ദൈവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ അവള് കേട്ടു ഈ ദൈവത്തെ പറ്റി. ദൈവത്തിന്റെ മഹത്വം. നിങ്ങളുടെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസനെ. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചു. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. അപ്പൊ ഈ സ്ഥലത്തെല്ലാം ഇവള് ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. ഈ സ്ത്രീയെ പറ്റി വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നിടത്തെല്ലാം കൊടുക്കുന്നത് ഒരു പ്രയോഗമുണ്ട്, അറിയാമല്ലോ, റാഹാബ് എന്ന വേശ്യ എന്ന. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്തുമായിക്കോട്ടെ, ലോകത്തിന്റെ ദൃഷ്ടിക്ക് ചിലപ്പോൾ നല്ല സ്ത്രീ അല്ല, ലോകക്കാരുടെ ദൃഷ്ടിക്ക് ചിലപ്പോൾ ഒരു നല്ല സമീപനമോ ഇടപാടോ ഒന്നുമല്ല, പക്ഷേ ഇവക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇവള് അവരോട് പറഞ്ഞ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവം യഹോവ. എന്നിട്ട് അവൾ ഒരു കാര്യവും കൂടെ അവൾ പറഞ്ഞു, ഈ പട്ടണം നിങ്ങൾ പിടിക്കുമെന്നുള്ളത് ഉറപ്പാ. അപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു രക്ഷ ആവശ്യമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും. അത് അവൾ പറയുന്നുണ്ട്. ദൈവദാസനെ എല്ലാം ചരിത്രം എടുത്ത് പറയാൻ നേരമില്ല. 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 13. ദയചെയ്ത് എന്റെ അപ്പനെയും അമ്മയെയും. 12 മുതൽ ചേർത്ത് വായിച്ചു, അപ്പൊ ഒന്നുകൂടെ വിവരം മനസ്സിലാകും. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത്. ഞാൻ ഒളിപ്പിച്ചല്ലയോ ഒറ്റുകാരെ ഞാൻ ഒളിപ്പിച്ചല്ലോ, ഞാൻ നിങ്ങളോട് ദയ ചെയ്തു. ഞാൻ നിങ്ങളോട് ദയ ചെയ്തത് കൊണ്ട് എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച്. ആ പണം കണ്ടോ? ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും. അവിടെ ആ കാഴ്ച, ഈ സ്ത്രീയുടെ കാഴ്ചപ്പാട്, ഇവിടെ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. എൻ്റെ അപ്പനും അമ്മയും ആരൊക്കെയോ സഹോദരന്മാരും സഹോദരിമാരും. എന്തോ മനസ്സോ ചിലക്ക് സഹോദരങ്ങളോടും അപ്പനോടും അമ്മയോടും യാതൊരു അനുകമ്പയില്ലാത്ത ഒത്തിരി മുമ്പേ പറഞ്ഞ പോലെ വർക്കത്ത് കെട്ടതുങ്ങളുണ്ട്. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, അതാരാ അവനെ? ഞങ്ങൾ മിണ്ടുക. ആരാ? ഓ, അപ്പനും അമ്മയാ. മിണ്ടുക. രാവിലെ വേദവസ്തുവായിട്ട് കുളക്കോടി പോകും പോലെ പോവുക. എവിടോട്ടാണോ ഇതെല്ലാം പോകും? വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ചോദിച്ചു, അതാരാ? അനിയനും കുടുംബമാണ്, ഞങ്ങൾ സഹകരിക്കുകയല്ല. അതെന്നാ? ദൈവാത്മാവ് പറഞ്ഞ അവരുമായിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഒത്തിരി എണ്ണം ഉണ്ടെന്ന്. എടാ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? അപ്പുറത്തുകാരനോട് മിണ്ടുകയില്ല, അയലത്തുകാരനുമായിട്ട് കൊമ്പ്, സഹോദരങ്ങളുമായിട്ട് കൊമ്പ്, ഒരു സഭയിലുള്ളവരുമായിട്ട് കൊമ്പ്. എന്നെ ഞായറാഴ്ച 10:30 ഇവൻ ആ സഭയെ തമ്പേറടിക്കുന്നത്. ഈ സഭ തുടങ്ങിയ കാലം മുതൽ ഇവനെ കമ്പ് ആർക്കും കൊടുക്കുകയില്ല, ഈ തമ്പേറും ആർക്കും. പണ്ട് ചിറ്റാട്ടുണ്ടായിരുന്നു കെട്ടിത്തൂക്കിയിട്ട് അടിക്കുന്നത്. കെട്ടിത്തൂക്ക ഒരച്ചായനും കൂടെ സമയമാകുമ്പോൾ നിന്ന് അങ്ങ് അടിയ പള്ളി മണി അടിക്കും പോലെ. മിണ്ടുകയില്ല, സഹകരിക്കുകയില്ല, പിണങ്ങിയിരിക്കുക. എന്നുവെച്ചോ ഞായറാഴ്ച സഭയെ വന്നേച്ചേ
ബാക്കി എന്താ പോവാൻ? ഇടയ്ക്ക് ഞാൻ നോക്കും കേട്ടോ. എന്നിട്ട് ഞായറാഴ്ച ആകുമ്പോ സഭയെ വന്നേച്ചാ സ്നേഹത്തിനാഴവും നീളമതിൻ. പിന്നെ അപ്പുറത്തുകാരൻ്റെ മിണ്ടിയിട്ട് എത്ര കൊല്ലമായടാ? സഹോദരന് കൈ കൊടുത്തിട്ട് നീ എത്ര കൊല്ലമായി? അവൻ ആ സഭയുടെ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റിയില്ല ഇതിന്റെ കുന്തം. അല്ല, പാട്ട് പാടുന്നതും ചിലരുണ്ട്. ഇവരുടെ കാര്യമല്ല, പൊതുവിലാ പറയണം കേട്ടോ. എല്ലാം നിങ്ങൾ ഏറ്റെടുക്കരുത് കേട്ടോ. കുറെ വല്ലവർക്കൊക്കെ കൊടുത്തേക്കണം. പാട്ട് പാടുന്ന ചിലരെ സ്വന്തം സഹോദരനോടും അപ്പനോടും അമ്മയോടും മിണ്ടുകയല്ല. എനിക്കറിയാം ചിലരെ എന്നും അങ്ങ് ശുശ്രൂഷ, എവിടെ ഗാന ശുശ്രൂഷ. എന്നിട്ട് അവൻ നിന്ന് പാടുക, ദൈവസ്നേഹം വർഗം വർണ്ണിച്ചിട, അങ്ങനെ പാട്ടില്ലേ വാക്കുകൾ. അത് നിർത്തി വെച്ചാൽ ആദ്യം അവരോട് ചെന്ന് നിരപ്പാകു വേണ്ടേ? ഇതിനകത്ത് ആരേലും നമ്മെ പിണങ്ങിയോ വൈരാഗ്യത്തോടോ കൈ കൊടുക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ നിരപ്പായിച്ച ഇവിടുന്ന് പോകാവൂ. ഇല്ല വില ഇടുത്തിയും വീഴും. ഉള്ള കാര്യം പറയണമല്ലോ, പറയണ്ടായി. മല്ലത്തിനോട് കമ്പത്തിൽ നിന്ന് കാളെ ഇറക്കും പോലെ തുള്ളിച്ചു. ദൈവം സ്നേഹമാണ്. എല്ലാം ക്ഷമിച്ചോണം, എല്ലാം പൊറുക്കണം. ഒരു കുഴപ്പവും വരികയില്ല, ഒരു ദോഷവും വരികയില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്ന യഹോവ ഒരു ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. തീർന്നില്ല. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം യഹോവയാൽ പാലകൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും ഉയർത്തിയിടും ഞാൻ. എന്റെ കണ്കൾ തുണയാരുളും വൻകിരി ഉയർത്തിയിടും ഞാൻ. എന്റെ കണ്കൾ തുണയാരുളും വൻകിരിയിൽ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഈ രാജാവിന്റെ സ്വഭാവ വൈശിഷ്ട്യമാണ്. നല്ല നല്ല മനസ്സാണ്. രക്ഷപ്പെടുന്നത് തന്നെ രക്ഷപ്പെടണമെന്നല്ല. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരും എല്ലാം രക്ഷപ്പെടണം. ഞാൻ പേരങ്ങ് വിട്ടുപോയി. ജിനുവിന്റെ ആഗ്രഹം അതാ. അതുകൊണ്ടല്ലേ ബദ്ധപ്പാടുണ്ട്, പരിമിതികളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. കാശ് കണ്ടമാനം വന്നത് കൊണ്ട് നടത്തുന്ന യോഗമല്ല. പിന്നെന്താ യോഗം നടത്താൻ പ്രേരിപ്പിച്ചതിന്റെ ഘടകം? ഈ ദേശം രക്ഷിക്കപ്പെടണം, കുടുംബങ്ങൾ രക്ഷപ്പെടണം, ഓരോ വ്യക്തികളും വിടുതൽ പ്രാപിക്കണം. അതുകൊണ്ട് അല്ലെ പിന്നെ പുള്ളിക്ക് തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാ പോരായോ? ഇവനൊക്കെ എങ്ങനെയും ആട്ടെന്ന് അല്ല, എല്ലാവരും രക്ഷപ്പെടണം. അതാ മനസ്സ്. നല്ല മനസ്സുണ്ട് നമുക്ക്. ഈ നല്ല മനസ്സ് വേണം. ഒരു ഭിക്ഷക്കാരനാണെങ്കിലും വന്നാൽ അവന് ഭക്ഷണം കൊടുക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കണം. എല്ലാവരും ഒന്നും വിശ്വസിച്ച് ചിലപ്പോൾ പെരയ്ക്കകത്ത് കയറ്റാൻ ഒക്കത്തില്ലായിരിക്കും. കാലമൊക്കെ അങ്ങനെ എതിർക്കുന്നില്ല. എന്നാലും അകത്ത് കയറ്റിയില്ലെങ്കിലും വെളിയിലെങ്കിലും വരുത്തി അവന് വിശന്നാ വരുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുന്നവർ ഇതിനകത്തുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗേറ്റും പൂട്ടി പട്ടികയും തുറന്ന് വിട്ടേച്ചിരിക്കുന്ന കക്ഷികളും ഇതിനകത്ത് ഉണ്ട്. അവനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറിന്റെ വൈപ്പർ അടിക്കുമ്പോൾ ഇരുന്ന് അടിക്കുകയാണ്. എല്ലാം പിടികിട്ടുന്നുണ്ടോ? എന്റെ അഭിപ്രായം പറയാ, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി.
നീ ഭക്ഷിക്കാൻ എടുത്തു വെക്കുമ്പോഴായിരിക്കും ഒരു വ്യക്തി വരുന്നത്. അവൻ വിശന്നാ വരുന്നെങ്കിൽ നീ കഴിക്കരുത്, അവന് കൊടുക്കണം. ഞാനത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. പ്രാഗൽഭ്യമുണ്ട്, കൊടുക്കും. ഇപ്പോഴും അതാ എൻ്റെ വീട്ടിൽ വരുന്നവരോടൊക്കെ ചോദിച്ചു. വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഉടനെ ആദ്യം ചോദിക്കേണ്ടത് മറ്റേ വിഷയം എന്നായെന്നല്ല, മനസ്സിലായി? വന്നാൽ ഉടനെ ചോദിക്കണം, വാ കഴിക്കാം അല്ലെ കുടിക്കാം. അപ്പൊ അവര് കഴിച്ചേച്ചും കുടിച്ചേച്ചും വന്നതാണ് പറഞ്ഞു, വേണ്ട ഞാനിപ്പം കഴിച്ചതാ കുടിച്ചതാ. കാരണം ഈ വരുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം പട്ടിണി കിടന്നായിരിക്കും വരുന്നത്, അല്ലെ രാവിലെ കഴിക്കാതായിരിക്കും വരുന്നത്, അല്ലെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാതായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊന്നും ഒത്തില്ല. അപ്പൊ ആദ്യം അതാ കൊടുക്കേണ്ടത്. അല്ലാതെ യോഹന്നാൻ 3:16 ഗ്രില്ലേ പിടിച്ചോണ്ട് പറയണ്ടേ. എന്തുവാ യോഹന്നാൻ 3:16? എന്തുവാ മോൻ? മോൻ ഇന്ന് പാട്ട് പാടി, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് കേട്ടു. യോഹന്നാൻ 3:16. ഉറക്കെ പറ, ശരിയാ, മൈക്ക് കൂടെ പറയലും കേൾക്കട്ടെ. എന്നെ കൊള്ളുകല്ലാത്ത വാക്യമാണ് അത്, മൈക്ക് കൂടെ പറയാൻ. അത് തന്നെ, തന്റെ ഏകജാതന തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട നല്ല വാക്യമായി എല്ലാവരോടും പറയേണ്ട വാക്യം. ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് മഹത്വം. പക്ഷെ ഒരുവൻ വിശന്ന് വന്നാൽ, ക്ഷീണിതനായിട്ട് വന്നാൽ ആദ്യം വാക്യമല്ല പറയേണ്ടത്, ഇതൊക്കെ ചെയ്യണം. ദൈവത്തിന് മഹത്വം. എനിക്ക് അധികം അനുഭവമില്ലെങ്കിലും പഴയ ദൈവദാസന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ വസ്ത്രം വിലക്കി കൊടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും, ഇന്നത്തെ പോലുള്ള വെടിവെക്കുമ്പോൾ കത്തുന്ന സമ്പ്രദായം ഒന്നും പണ്ടില്ല. ഇങ്ങനെ വെക്കുമ്പോൾ കത്തുക. ചിലപ്പം അടുക്കളയിൽ സൗകര്യം ഇല്ലെങ്കിൽ വെളിയിലെ വെള്ളം അനത്തി കൊടുക്കും കുളിക്കാൻ. ഇതുപോലത്തെ ബാത്റൂമോ സൗകര്യങ്ങളൊന്നുമില്ല. അത് പുറത്തൊരു പെരയുണ്ട്, മറപ്പുര എന്നാ പറഞ്ഞത്, അവിടെ കൊണ്ട് വെച്ച് കൊടുക്കും, ഇല്ലേ? അതൊക്കെ ശുശ്രൂഷിക്കുന്നത്. ഇതൊക്കെ ചെയ്യണം. പിള്ളേരെയൊക്കെ അത് ശീലിപ്പിക്കണം. അല്ലെ പിള്ളേരുടെ ഓരോ മൊബൈലും കൊടുത്ത് ചോട്ടന്നു അവൻ നെറ്റിലോട്ട് കയറി അങ്ങ് പോവാ, പിന്നെ അവൻ വരുന്ന പ്രശ്നമേ ഇല്ല. ഈ യോഗങ്ങൾ കൂടും തോറും, യോഗത്തിന് സംബന്ധിക്കും തോറും സ്വഭാവത്തിന് വ്യത്യാസം വരണം. ഇത് ഓരോ യോഗം കഴിയുമ്പോഴും പിന്നെയും വൈരാഗ്യ ബുദ്ധിയോടല്ല. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കക്ക കക്ക മുടിയ 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 കക്കുക. ഇതിന് തത്തുല്യമായ ഒരു പദം വേറെ പുസ്തകത്തിലുണ്ട്, പാപത്തോട് പാപം കൂട്ടുന്നെന്ന്. പാപത്തോട് പാപം കൂട്ടുക. എബ്രാഹിമിന്റെ പാപത്തെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, എബ്രാഹിം പാപപരിഹാരങ്ങൾക്ക് വേണ്ടി യാഗപീഠം പണിതു, അത് പിന്നെയും പാപമായി. പാപം പരിഹരിക്കാനാ യാഗപീഠം പണിത്, അത് പിന്നെയും പാപമായി. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ നിന്നാൽ ഞാനങ്ങ് നിൽക്കും. 10 അല്ല 11 അല്ല. എനിക്കാണെങ്കിൽ ഇന്ന് രാത്രി നിലമ്പൂരിന് പോകേണ്ടതാണ്. യോഗം കഴിഞ്ഞു. നാളെ പകൽ നിലമ്പൂർ യോഗം കൊണ്ട് വൈകിട്ട് പിന്നെയും തൊടുപുഴയെ വരികയും ചെയ്യണം കൺവെൻഷന്. നിങ്ങളെക്കാളൊക്കെ ഞാനാ തിരക്ക് നിൽക്കുന്നത്. നല്ല തപ്പാടാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ രേഖവിന് നല്ല മനസ്സാ കേട്ടോ. അവിടെ ഹൃദയത്തിനകത്തെ ചിന്ത, ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോരാ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരും. ഇന്ന് രാത്രി ഈ ഒരു ആത്മഭാരത്തോടെ വേണം എല്ലാവരും പോകാൻ. നിന്റെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി നിനക്കൊരു ആത്മഭാരം ഉണ്ടായിരിക്കണം കേട്ടോ. നിന്റെ സഹോദരങ്ങള് രക്ഷിക്കപ്പെട്ടില്ലേ, ഒരു ആത്മഭാരം വേണം. അവസരം കിട്ടുമ്പോൾ അവരോട് സുവിശേഷം പറയണേ. അവിടെ ചെന്ന് ഞൊണയം കൊതിയൊന്നും പറയരുത്. ഇടി ഒട്ടും വിട്ട് കൊടുക്കരുത്. നീ നിനക്ക് ആ കുടുംബം തന്നേക്കുന്നത്. ഞാനിപ്പം ബന്ധുക്കോസിലായെന്നോർത്ത് എനിക്കെല്ലാം പറയാൻ ഒക്കത്തില്ല. നീ ഒട്ടും വിട്ട് കൊടുക്കുക, എള്ളടക്കി വിട്ട് കൊടുക്കരുത് കേട്ടോ. ചെന്ന് ഒപ്പിച്ചേച്ച് പോകും. ഞാൻ സഭായം കഴിഞ്ഞേച്ച് വരാം. ഏതാ അടുത്ത പാരയ്ക്ക് ഉണ്ടെന്ന് ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്. ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം പമ്മി ഇരിക്കുന്നതല്ല. കേട്ടമില്ലാത്തതിൻ്റെ ദൈവത്തിന് മഹത്വം. അയ്യോ, ഓരോ യോഗങ്ങൾ കഴിയുമ്പോഴും പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിന് ക്രമീകരണം വരണം. ആള് കൂടുന്നതല്ല വിജയം. വണ്ടി വണ്ടമാനം വന്ന് ബ്ലോക്ക് ആകുന്നതല്ല യോഗത്തിന്റെ വിജയം. നമ്മൾ അങ്ങനെയൊക്കെയാ വിജയം.
ഭയങ്കര പാട്ടുകാരെ ഇറക്കി. ആരാ? കൊല്ലത്തിന്ന് എന്ന് പറഞ്ഞാൽ മരത്താലിരിക്കുക ഇറക്കാൻ. ആരാ പാടിയത്? ഇന്ന ആൾക്കാർ. നിങ്ങൾ പാടിയാ മതി, മതി, ഇത് മതി, ഇത് മതിയെന്ന്. ഇപ്പോഴാണ് ചില പാട്ടുകാരുണ്ട്, 2 പാട്ട് പാടും. അവന് ഒരു പാട്ട് പാടും, 2 പാട്ട് പാടുന്ന 25,000 30,000 ഒക്കെയാ. എന്തുവാ റേറ്റ്? ഇത് പിന്നെ എല്ലാം കുറഞ്ഞാലും കൊട്ടയെ കിടക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ആ മേഖലയ്ക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. നമുക്ക് ഒരു നല്ല മനസ്സുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ആഗ്രഹം ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോരാ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ. ഓ ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ, ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആമേ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ചിലർ രക്ഷാനിർണയം പ്രാപിക്കട്ടെ. നല്ല ആഗ്രഹമാണ്, എല്ലാവരും രക്ഷപ്പെടണം, നശിച്ചു പോകരുത്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ഒറ്റുകാരോട് കാര്യം പറഞ്ഞു, അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, ഞങ്ങൾ ദേശം പിടിക്കും. അപ്പോൾ വീട് തെറ്റാതിരിക്കാൻ ഈ ചുവപ്പ് ചരട് രക്ഷയെ കാണിക്കുന്നതാണ്. സ്തോത്രം. നിന്റെ വീടിൻ്റെ വാതിക്കൽ ഒരു ചുവപ്പ് ചരടുണ്ടായിരിക്കണം. സംഹാരകൻ കടന്നു വരുമ്പോൾ ഇത് കാണും, ഒഴിഞ്ഞു പൊക്കോളും. യേശുവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം വിലയേറിയ രക്തമാണ്. അവിടുത്തെ രക്തം പുണ്യാക രക്തമാണ്. അവിടുത്തെ രക്തം സകല പാപങ്ങളും മോചിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാളും വിലയേറിയ രക്തമാണ്. അവിടുത്തെ രക്തം ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കിൻ്റെ രക്തത്തെക്കാൾ വിലയേറിയ രക്തമാണ്. അവിടുത്തെ രക്തം വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് ജയം തരുന്ന രക്തമാണ്. സാക്ഷ്യവചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും അവർ ജയിച്ചെന്ന. അപ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. അതുകൊണ്ട് ദൈവമക്കളാകുന്ന പ്രിയപ്പെട്ടവര്, ഈ തിയോളജിയന്മാർ ഞാൻ പറയുന്നത് അംഗീകരിക്കുകയല്ല. അവർ കയറി വെട്ടുവോ കുത്തുവോ ചെയ്തോട്ടെ, എനിക്ക് വഴി പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ യേശുവിൻ്റെ രക്തം പറഞ്ഞ് ജയിച്ചോണം. പുതിയ പഠിച്ച് പണിക്കാരായ ഒത്തിരി എണ്ണമുണ്ട്. അപ്പോൾ അവരിത് ഉൾക്കൊള്ളുകയില്ല. അവന്മാർ പോകാൻ പറ. പട്ടുപിടിച്ചവനെയല്ല നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഒരു പാട്ടില്ലേ മോളെ ഇംഗ്ലീഷിൽ, there is power എന്നും പറഞ്ഞു. there is power, wonder. ഇംഗ്ലീഷൂടെ പാടും. അറിയോ? എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെന്ന് ഓർത്താ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയാമല്ല. എന്നാ വേണ്ട. ഞാൻ ഓർത്തല്ല അറിയായിരിക്കും. നല്ല പാട്ടോ. Wonder working power in the blood of the Lamb. There is power
power, wonder working power in the precious blood of the Lamb. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്താൽ. അറിയാമല്ലോ പിന്നെ എന്നാ പാടാൻ? അതോ ആരെങ്കിലും പറഞ്ഞ അയാൾ പാടുമ്പോ കൂടെ പാടരുതെന്ന്? അപ്പൊ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. അതായി ചുമപ്പ് ചരട് കാണിക്കുന്നത് കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തം. ആ വീടിന്റെ കിളിവാതിലിൽ ഇത് കെട്ടി, അവള് കെട്ടി കേട്ടോ, അവള് കെട്ടി. ആ ചുവപ്പ് ചരട് കെട്ടി, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? വായിച്ച് പെട്ടെന്ന്. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും അവരെയും കൂടെ വീട്ടിൽ വരുത്തണം. ഇതൊക്കെ ചെയ്യണം. കുറെ കഷ്ടപ്പെട്ടെങ്കിലൊക്കെ രക്ഷ കിട്ടുള്ളൂ കേട്ടോ. ഏതാ മറ്റുള്ളവരുടെ രക്ഷപ്പെടാനേ, മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മളും കുറെ അധ്വാനിക്കണം. അവളോട് പറഞ്ഞ് അവരെല്ലാം വിളിക്കണം കേട്ടോ, വീട്ടിൽ വിളിക്കണം. അവൻ വീട്ടിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ കട്ടൻ ഇട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ആഹാരം കൊടുക്കേണ്ടി വരും, കിടക്കാൻ ഇടം കൊടുക്കേണ്ടി വരും. ചില ആൾക്കാർ പറയുന്നത് കാര്യമൊക്കെ ഇങ്ങോട്ട് ആരെയും വിളിച്ചോണ്ട് വന്നേക്കരുത്. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇരുന്ന് സഭയെ വന്നിരുന്ന് പറയും, അപ്പോ ആയിരങ്ങൾ മുതല വാ വിളിക്കുമ്പോൾ ഇത് വാ വിളിക്കുക. നിന്റെ വീട് തുറന്നു കൊടുക്കണം, നിന്റെ വീട് തുറന്നു കൊടുക്കണം. ചിലർ വലിയ വീടൊക്കെ പണിത് ഇട്ടിരിക്കുക, എല്ലാം പൂട്ടിയിട്ടിരിക്കുക കേട്ടോ. എത്രയോ വീറാനി കോന്നി കുമ്പനാട് എന്തും വേണ്ട വീടെല്ലാം പൂട്ടി കിടക്കുക. ചിലര് ഉണ്ടായാലും യോഗം പോലും വെക്കുകയല്ല. നാളൊരാൾ യോഗം വെച്ചോട്ടെ, അറസന്നെ ഉണ്ടായാലും വയ്യാത്ത നല്ലയും കയറുക ഒത്തൊമ്പത്തൊമ്പത്. വേറൊരു സ്ഥലത്ത് ഞാനിവിടെ ഉണ്ട് യോഗത്തിന്. ഞാൻ അല്പ താമസിച്ചായി ചെന്നത്. യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തപ്പോൾ എല്ലാവരെയും കാർപോർച്ചിലും വെളിയിലും, അകത്ത് നല്ല റൂം കിടക്കുക. അപ്പം ഞാൻ താമസിച്ചാൽ ഞാൻ ചോദിച്ചാൽ അകമെല്ലാം ചീത്തയാകുമെന്ന്. പട്ടിക്ക് കൊടുക്കുമ്പോൾ എല്ലാത്തിനും വിട്ട് അല്ലെന്ന് ചിന്തിച്ചേ. എടാ, നിന്റെ വീട്ടിന്റെ ഏറ്റവും നല്ല സ്ഥലത്തായിരിക്കണം പ്രാർത്ഥന നടത്തണ്ടേ. ഈ ഹൈന്ദവരായ സ്നേഹിതന്മാരെ എനിക്ക് ബഹുമാനം ഒരു കാര്യത്തില്, അവര് വീട് പണിതാ ഉടനെ ഈ പൂജാമുറി പണിയും. അവര് പൂജാമുറി, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹൈന്ദവരായ സ്നേഹിതരെ അവരുടെ വീട്ടിലൊന്ന് പോയേ, പൂജാമുറിയുണ്ട്. പക്ഷെ പെന്തിക്കോസുകാര് പലരും വീട് പണിതാ പ്രാർത്ഥനാമുറി. ഓ, കാശുള്ളവരുടെ കാര്യമായി പറയാന്നെ. വളരെ ബുദ്ധിമുട്ടി വീട് പണിയുന്നവരുടെ കാര്യമല്ലേ പറഞ്ഞത് കേട്ടോ. കോടിക്കണക്കിന് പൈസ ഉള്ളവനും പ്രാർത്ഥനാമുറി നന്നാക്കുകയല്ല. കിച്ചണുണ്ട്, കിച്ചൺ 4 കിച്ചണാ. കത്തിക്കുന്നത്, കത്തിക്കാത്തത്, പിന്നെ ഒന്നും ചെയ്യാത്തത്, അല്ലാത്തത് ഉണ്ട്. പിന്നെ എന്തുവാ ഈ സാധനമൊക്കെ സൂക്ഷിക്കുന്ന റൂമിന്റെ പേരെന്നെ സ്റ്റോർ റൂം. സ്റ്റോർ റൂം അതൊക്കെ വലുതാ. ഗ്രാനൈറ്റും മാർബിളും ഒക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ്. ഹാള് അതുകൊണ്ട് 2 ജോഡി സെറ്റി, മോൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, മോടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ദിവാൻകോട്ട് 2 സൈസ്. പിന്നെ അച്ചാൻ ഇങ്ങനെ മലന്ന് കിടക്കുന്ന കസാര, ആടുന്ന കസാര. പിന്നെ അച്ചാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാല് താക്കുകയും പൊക്കുകയും ചെയ്യുന്ന കസാര. ഒക്കെ എല്ലാം നല്ല കാര്യമാണ്. തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട, കിടക്കട്ടെ. നിലമ്പൂർ തേക്ക് കൊണ്ട് കാട്ടിലും അതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ചെയ്ത് അവസാനം പ്രാർത്ഥന വെക്കുമ്പോൾ നമ്മളെവിടെ പ്രാർത്ഥന നടത്തുന്നത്? എന്നാ പ്രാർത്ഥന വെക്കാത്ത? പാസ്റ്റർ വെക്കണമെന്നുണ്ട്. ഇതെല്ലാം ആരാ പിടിച്ച്? ഇവനൊരു കൊരണ്ടി പോലും ഇല്ലാതെ ഗതികേട് കിടന്നവനാ. ദൈവം തമ്പുരാൻ ഇവന് സെറ്റിയും കിറ്റി എല്ലാം കൊടുത്തപ്പോ ഇവൻ പറയാ എവിടാ വെക്കുന്നെന്ന്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? പണ്ട് ഈ ചീമാട്ടിലെ ബൊമ്മ ഇരിക്കുമ്പോൾ ഇരിക്കാതെ കാര്യം തുറന്ന് പറ. കണ്ടിട്ടില്ലേ പണ്ട് ചീമാട്ടി ബൊമ്മ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അനക്കൊന്നുമില്ല. ഇങ്ങനെ ദൈവം നിനക്ക് നന്മ തന്നിരിക്കുന്നത്
നീ ഒരു വീട് പണിതാൽ ആദ്യം പ്രാർത്ഥനാ മുറി നന്നാക്കണം. ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി കേട്ടോ. എല്ലാരോടും ബെഡ്റൂം ചിലപ്പോ 3 ആയിരിക്കും പ്ലാന്, കിച്ചണും 2 ഉണ്ട്, ബാൽക്കണിയും സിറ്റ് ഔട്ടും കാർ പോർച്ചും അല്ല, അതെല്ലാം ആവശ്യമാ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ, ബെഡ്റൂം ഒന്ന് കുറച്ചേച്ചേ, 3 കിച്ചണിൽ 1 അങ്ങ് കുറച്ചേച്ചേ, ആ പ്രാർത്ഥനാ മുറി ഒന്ന് വലുതാക്കിക്കേ. പ്രാർത്ഥനാ മുറി വലുതാക്കിയാച്ചൊന്ന് പ്രാർത്ഥന നടത്ത്. ആമ നീ 1 ബെഡ്റൂം അല്ലേ കുറച്ചോളൂ, 5 ബെഡ്റൂം ദൈവം നിനക്ക് തരും. ദൈവം വിശ്വസ്തനാ. ഞാൻ നിങ്ങളെ ഇളക്കാൻ പറഞ്ഞതൊന്നുമല്ല. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആത്മീക ശുശ്രൂഷയ്ക്കും നിന്റെ ഭവനം ഒന്ന് തുറന്നു കൊടുത്ത് നീ അറിയാത്ത വഴികള് ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം നിനക്ക് വഴിയൊരുക്കും. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനര. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനര. ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. നരർക്കൊപ്പം ഇരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ഇനി ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ചുവപ്പ് ചരട് കെട്ടി അത് രക്ഷയെ കാണിക്കുന്നതാ. ചുരുക്കി പറഞ്ഞാൽ അവളും കുടുംബവും രക്ഷപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ട യേശുവിന് ഹൃദയം കൊടുത്ത് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അംഗീകരിച്ച് ആ പ്രവൃത്തി ചെയ്ത് ദൈവസന്നിധിയിൽ വന്ന അവളെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കി. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഒന്ന് റാഗാബിനെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കി. സ്തോത്രം. അങ്ങനെ യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് ദൈവത്തിന് മഹത്വം. എന്തോ ഗുണമുണ്ടായി. ഗുണമുണ്ടായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒറ്റ വാക്ക് പറയാം. മോനെ, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഓടിച്ചു വായിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദായും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമീനാദാവിനെ ജനിപ്പിച്ചു. അമീനാദാവ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു.
രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ഈ ചുമപ്പ് ചരട് കെട്ടി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവദാസന്മാര് പറഞ്ഞത് അംഗീകരിച്ച് ഈ കാര്യം ചെയ്തത് കൊണ്ട് നമ്മൾ മത്തായി വായിച്ചത് ഒന്നുകൂടെ 1-ാം വാക്യം വായിച്ചേ മോനെ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇവള് കേറി. അതിലെ ഏറ്റവും നല്ല വംശാവലി നമ്മുടെ വംശത്തിന്റെയും വംശാവലിയുടെയും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ. മനസ്സിലാകുന്നില്ലല്ലോ. ചെല്ലുപടത്തിൽ ഞങ്ങൾ ഇന്ന കുടുംബത്തിലെയാ. പണ്ടൊരുത്തൻ ഇന്ന കുടുംബത്തിലെയാന്ന് പറഞ്ഞപ്പം വേറൊരുത്തൻ പറഞ്ഞു പിന്നെ അവൻ്റെ വിശേഷം അവൻ്റെ അമ്മയുടെ അനിയത്തി 5 പേരുടെ കൂടെ പോയതാണ്. എന്നുവെച്ചാൽ അവനിപ്പോൾ അങ്ങ് ഇച്ചിരി 10 പുത്തം കിട്ടി എൻ്റെ ഇളകമാണ്. അപ്പം നമ്മുടെ എല്ലാം ചരിത്രം എല്ലാവർക്കും അറിയാം. നല്ല ഒരു കുടുംബമേ ഉള്ളു യേശുക്രിസ്തുവിൻ്റെ. നല്ല വംശാവലിയാ ദൈവത്തിന്. ഇവിടുത്തെ എല്ലാ വംശാവലിയും നിങ്ങൾ പുറകോട്ടെടുത്ത് എന്തെങ്കിലുമൊക്കെ അപാകതകളാ. പിന്നെ ഇച്ചിരി കാശും പണവും വരുമ്പോൾ അതെല്ലാം അതിൻ്റെ പുറത്തങ്ങ് പിന്നെ പണ്ടൊരാൾ ഒരു സ്ഥലത്തോട്ട് ചെന്ന് എവിടെ പോകുന്നു ഇന്നടുത്ത്. അപ്പോൾ ചോദിച്ചു ഇന്ന ആളിനെ അറിയുമോ? അപ്പോൾ പറഞ്ഞു അറിയത്തില്ല. പുള്ളി പറഞ്ഞു ഇന്നടുത്താ വീട്. അതാണോ? അത് നമ്മുടെ 2 രൂപയാന്ന്. അപ്പോൾ പിന്നീട് അറിഞ്ഞത് പുള്ളി പണ്ട് 2 രൂപ നോട്ട് കള്ളനോട്ട് അടിച്ചു. 2 രൂപയുടെ. അപ്പം അന്ന് മുതൽ പേരിട്ടതാ 2 രൂപ. കുടുംബപ്പേരൊക്കെ പറയാം, പക്ഷെ അത് ആരും പറയുന്നില്ല. പിന്നെ എന്തുവാ നമ്മുടെ 2 രൂപയാണ്. പണ്ട് ഒരു സഭയിൽ ഒരാളെ പറ്റി വിളിക്കുന്ന അണ്ടകടാകൻ തങ്കച്ചൻ എന്ന. അണ്ടകടാകൻ തങ്കച്ചൻ ഉള്ള കാര്യം. എന്തിനാന്ന് ചോദിച്ചാൽ പുള്ളി എപ്പോൾ പ്രാർത്ഥിച്ചാലും അങ്ങനാ തുടക്കം. ഇവിടെ ആണോ ഏരിയ വല്ലോ ആണ്. പുള്ളി ഇരുന്ന് കുത്തിയിരുന്ന് ഇരിക്കുന്നു. അല്ല അത് നല്ലതാ കേട്ടോ. അവിടെ നല്ല ഭാഷയാണല്ലോ. അതുകൊണ്ട് രാഘാവ് ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഈ ചുമപ്പ് ചരടിട്ട് തൻ്റെ കുടുംബത്തോട് സുവിശേഷം അറിയിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സമയമായപ്പോൾ പുറത്തിറക്കി. അതുകൊണ്ട് വന്ന വിശേഷത്തിന് ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടികയിൽ ഇവക്കൊരു സ്ഥാനം കിട്ടി. ലോകം നിന്നെ പഠിച്ചെന്ന് വരാം, ലോകക്കാരൻ നിന്നെ ആക്ഷേപിച്ചെന്ന് വരാം. ആ രാഘാബിനെ പറ്റി എഴുതിയിരിക്കുന്നിടത്തെല്ലാം രാഘാബെന്ന വേശ്യ, രാഘാബെന്ന വേശ്യ, രാഘാബെന്ന വേശ്യ, അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്. എന്തുമാകട്ടെ, പക്ഷേ അവൾ ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് അവൻ ദൈവത്തെ ഏറ്റെടുത്തത് കൊണ്ട് ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇവക്കൊരു സ്ഥാനം കിട്ടി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീ യേശുവിന് ഹൃദയം കൊടുക്ക്, യേശുവിന് രക്ഷിതാവായി സ്വീകരിക്ക്, യേശുക്രിസ്തുവിനെ ഏറ്റെടുക്ക്. 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്ക്. ഒരു പ്രത്യേക പദവിയും നന്മയും ദൈവം നിനക്ക് തരും. ദൈവം നിന്നെ ഉയർത്തുവന്നായി പറഞ്ഞു. ആട്ടെ, തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. 2 പുറത്തു കൊണ്ടുവരുന്ന ദൈവം. വായിച്ചേ മോനെ അടുത്തത്, അതുകൂടെ ഒന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചേ. അറിവുള്ള വാക്യമായി ഉൽപ്പത്തി 8:15 മുതൽ. ദൈവം നോഹയോട് അരുളി ചെയ്തത്, ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും, പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും. അപ്പം എത്ര പേരുണ്ട് മോന്? ആള് പറഞ്ഞ സങ്കടമാണ്. നോകിന്റെ തനയരാം യാഫത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും. നോകിന്റെ പത്നിയും. ബാക്കി ഞാൻ സ്വോത്രകാഴ്ച എടുത്തേച്ച് പറയാം. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു,
കന്മഷം പോക്കി ദുഷ്ട കർമ്മ ഫലത്തിൽ നിന്നും, കന്മഷം പോക്കി ദുഷ്ട കർമ്മ ഫലത്തിൽ നിന്നും വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ തത്വാം വിദ്വാം മുനിയേ ദുഷ്ടലോകശനിയേ, തത്വ വിദ്വാം മുനിയേ ദുഷ്ടലോകശനിയേ, സത്യവേദധ്വനിയേ ജീവഗമകനിയേ, സത്യവേദധ്വനിയേ ജീവഗമകനിയേ, കരുണയും ധ്വനിയേ ഞങ്ങൾ വരുന്നിതനിയേ, കരുണയും ധ്വനിയേ ഞങ്ങൾ തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുംഗപ്രതാപമാർന്ന ഞങ്ങൾക്ക് നന്മ ചെയ്ത പുണ്യവാരിധിയെ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഓ വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശ്രയമേ, ഓ വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശ്രയമേ, ഓ വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടും നടിയാർ തവ. പാദങ്ങളാശ്രയമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. നമ്മൾ ചിന്തിച്ചു, രാഹാബിനെയും കുടുംബത്തെയും സമയമായപ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇത് രക്ഷയെ കാണിക്കുന്നു, രക്ഷിക്കപ്പെടുന്നതിനെ കാണിക്കുക. അടുത്തത് പുറത്തു കൊണ്ടുവരുന്ന ദൈവം. അതാണ് ഇപ്പോൾ അടുത്ത വാക്യം വായിച്ചത്. ഒന്നുകൂടെ വാക്യം വായിച്ചു, 8-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി. ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. അടുത്തത്, പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇടജാതിയുമായ സർവ്വജടത്തിൽ നിന്നും നിന്നോടുകൂടി ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അടുത്തത്, അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുവരികയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. എല്ലാം പുറത്തിറങ്ങി. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. നോഹയും കുടുംബത്തെയും പുറത്തിറങ്ങി. അപ്പൊ ഈ പുറത്തിറങ്ങി എന്ന് പറഞ്ഞ എവിടുന്ന് പുറത്തിറങ്ങിയെന്നാ വായിച്ച ആളിനോട് അറിയാമല്ലോ. മൈക്ക് കുടുംബം പെട്ടകത്തിൽ പുള്ളുകാലെന്ന് വന്ന് പെട്ടകം, പുള്ളിക്ക് അങ്ങ് സങ്കടം. പെട്ടകത്തിൽ നിന്ന്, അപ്പൊ പെട്ടകത്തിൽ നിന്നായി പുറത്തിറക്കിയത്. അപ്പൊ അതിന് മറുവശമുണ്ട്. അപ്പൊ ആദ്യം പെട്ടകത്തിൽ കയറി ഇല്ലേ, കയറിയത് കൊണ്ടല്ലേ പിന്നെ പുറത്ത് ഇറക്കിയത്. എല്ലാം കൂടെ ഏതാണ്ട് വെള്ളപ്പൊക്കവും മഴയും പേമാരി എല്ലാം കൂടെ ഏതാണ്ട് 371 ദിവസമെന്നാ ഒരു കണക്ക്. 371 ദിവസം മൊത്തം കണക്ക്. അപ്പോൾ ഈ അകത്തോട്ട് കയറാൻ കാര്യം എന്നാ? അകത്തോട്ട് കയറാൻ ഒത്തിരി കാര്യമുണ്ട്. എല്ലാം പറയാൻ ഇന്ന് തുനിയുന്നില്ല. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. നമുക്കറിയാം, തനിയെ ഇരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയല്ല എടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചവന്റെ സമീപത്ത് കൊണ്ട് നിർത്തി. നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് എല്ലാം നല്ലത് 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 നല്ലതെന്ന് ദൈവം കണ്ടു. ആ ദൈവം തന്നെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വന്നവൻ പറഞ്ഞു, ഇതുപോലെ ഒരു മോശം പരിപാടി
എന്നെ സങ്കടപ്പെട്ടിരിക്കും ഉള്ള കാര്യം. ദൈവദാസനെ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ചൊന്ന് വായിച്ചോ പെട്ടെന്ന്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അങ്ങനുണ്ട്. വളരെ സന്തോഷത്തോടാ ഇവനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച ദൈവം തന്നെ ഇപ്പം ദൈവം അങ്ങ് ദുഃഖിക്കുക. അതെന്താ ഇങ്ങനെ ദുഃഖിക്കാൻ കാര്യം? അവിടെ 2 പദം കൊടുത്തോണ്ട് മനുഷ്യന്റെ ദുഷ്ടത, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും. അപ്പൊ ഇവര് അകത്ത് കയറാനും ഈ പെട്ടകം ഉണ്ടാക്കാനും വെള്ളപ്പൊക്കം ഉണ്ടാക്കാനെല്ലാം കാരണം പലതാ. അതിൽ ഒന്ന് മനുഷ്യന്റെ ദുഷ്ടത. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും. ഞാൻ ഒരു കാര്യം പറയാം, ദുഷ്ടതയോട് ഇടപെടരുത്. കുഞ്ഞുങ്ങളോട് ദുഷ്ടതയോട് ഇടപെടുന്നവരുണ്ട്. മക്കളെ വേറുകൃത്യത്തോടെ ഇടപെടുന്ന മാതാപിതാക്കളുണ്ട്. ഇപ്പം 3-4 പിള്ളേരുണ്ടെങ്കിൽ ഈ ചില തള്ളമാർ എന്ന് നുണയും കൊതിയും പറയും. മൂത്തവനെടുക്ക ചെന്ന് നിൽക്കാൻ വേണ്ടി പറയും, ഇളയവനെ പൊരിത്തറ കൊണ്ടുതരാത്ത എൻ്റെ മോനെ. അവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പം തനിനിറം, ഉടനെ ഒരു കൂടിൻ്റെ കുടുംബി പിടിച്ചോണ്ട് ഉള്ളത് എടുത്തോണ്ട് ആ പോക്കൊക്കെ കാണണം. കയ്യാലെ പിടിച്ചുള്ള പോക്കും ഉള്ള കാര്യമായി പറയാൻ ചിരിക്കുന്നത്. അവൻ നടന്നു പോകുമ്പോൾ ചോദിക്കാം, എവിടെ പോകാൻ പറ്റും? അയ്യോ ഞാനൊരുത്തൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞു. അവനോടും പറഞ്ഞു. ഇളയവൻ്റെ വീട്ടിൽ ചെന്നും മൂത്തവൻ്റെ കുറ്റം, മരുമകളുടെ കുറ്റവും ഇങ്ങനെ കണ്ടമാനം നടക്കുന്ന ചില മുതുക്ക് പിടിച്ചതുണ്ട്. ഉണ്ടെന്ന് കുഴപ്പടി എന്നാന്നറിയാം. അവസാനം ആരും കാണുകയല്ല. നീ വെള്ളം ഇറക്കാൻ ഇങ്ങനെ കിടക്കും, ഒരുത്തരും കാണുകയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും ഞാൻ ദൈവമക്കളോടും പറയും, ഇവിടുത്തെ കാര്യം അവിടെയും പറയരുത്, അവിടുത്തെ കാര്യം പറയരുത്. പാസ്റ്റർമാരോട് ഞാൻ പറയാറുണ്ട്, മിക്കവരും വളരെ മാന്യമായിട്ടാണ് ഇടപെടുന്നത്. നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോൾ വേറൊരു വീട്ടിലെ കാര്യം ചിലപ്പോൾ പറഞ്ഞെന്ന് വരും, അതപ്പുറം എന്ന് പറഞ്ഞ് അതാ പെട്ടെന്ന് സ്ഥലം മാറ്റാൻ പറയാന്ന്. സ്തോത്രം പറയരുത്, ദുഷ്ടതയോട് ഇടപെടരുത്. മനുഷ്യന്റെ ദുഷ്ടത വലുതാ. ചില കണ്ടിട്ടില്ലേ, ചുമ്മാ പോകുന്ന പട്ടിക്കിട്ട് കല്ല് എടുത്ത് എറിയുക. പട്ടി അതിലെ ചുമ്മാ പോകും, ഇവൻ ചുമ്മാ. അവിടെ ഇവന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ പട്ടി ഇങ്ങനെ വില്ലിച്ചാ നിൽക്കുന്നേ. എന്നിട്ട് ഇവൻ 2 കാലും ഇങ്ങനെ വെച്ചോണ്ടാ പോകുന്നത്. അത് ചവിട്ടാൻ കിളച്ചയിലൊക്കെ ചവിട്ടാനില്ലേ കാല്, നീ എന്നെ കാലിങ്ങനെ വെച്ചോണ്ട് പോകുന്നത്. ഒത്തിരി എണ്ണമുണ്ട്. ഞാൻ ഉദാഹരണം ഒന്ന് പറഞ്ഞതേ ഉള്ളു. ആട്ടെ, ഈ മനുഷ്യന്റെ ദുഷ്ടത വലുതായി. ദൈവം നല്ല രീതിയിലായി സൃഷ്ടിച്ചത്, നല്ലവനായിട്ടാണ്. പക്ഷെ 3-ാം അധ്യായം പഠിക്കുമ്പോൾ തോട്ടത്തിൽ പാമ്പ് കയറി ചതിച്ച് വഞ്ചിച്ച് അതോടുകൂടി കഷ്ടത, ദാരിദ്ര്യം, മരണം, ഭീതി, വൈരാഗ്യം, എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. 3-ാം അധ്യായത്തിൽ പാമ്പ് കയറിയത് കൊണ്ടാ 4-ാം അധ്യായത്തിൽ കയീൻ ഹാബേലിനെ കൊന്നത്. ദൈവം തോട്ടത്തിലാക്കിയപ്പോൾ ഒരു പ്രയോഗം പറഞ്ഞു, തോട്ടം കാക്കണം, കാത്തില്ല. അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. 3-4 കാര്യം ദൈവം അവരോട് പറഞ്ഞു. ഏതാ? ആദമനോടും ഹവ്വായോടും എന്തോ പറഞ്ഞു? ഒരു പാട്ടിന്റെ വരിയില്ലേ, നിധിമരം 4 മുരച്ചാൻ പെറ്റു പരുകി മന്നിടം വാഴ്ന്ന ഉടച്ചാൻ. നിധിമരം 4 ഉരച്ചാൻ പെറ്റു പരുകി
നൽകി മന്നിടം വാഴ്കെന്നരുൾ ചെയ്ത. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഒന്ന് തോട്ടം കാക്കണം, 2 തോട്ടത്തിൽ വേല ചെയ്യണം, 3 ഇതിനെയെല്ലാം അടക്കി ഭരിക്കണം, 4 സന്താന സമ്പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയണം. ഇതൊക്കെയാ പ്രധാനമായിട്ട് പറഞ്ഞു. അതിലാദ്യം പറഞ്ഞത് തോട്ടം കാക്കണം. തോട്ടം കാത്തില്ല. തോട്ടം കാക്കാഞ്ഞത് കൊണ്ട് പാമ്പ് തോട്ടത്തിനകത്ത് കേറി. കാരണം തോട്ടം ദൈവത്തിൻ്റെയാ. ഏതൻ തോട്ടം ദൈവത്തിൻ്റെയാ. അപ്പൊ ഈ തോട്ടത്തിലാണ് ഇവരെ ആക്കിയത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത്, തോട്ടത്തിലെ അമ്മാമ്മയ്ക്ക് മിസ് കോൾ വിട്ട് പരിചയപ്പെട്ടത് ആരാ? തോട്ടത്തിലെ അച്ചായനാണോ? പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പാത്താനെന്നും പറഞ്ഞ കുഴപ്പമില്ല, ശരിയാ. എന്നാലും അമ്മാമ്മ തോട്ടത്തിലെയാ. വീട്ടുപേര് തോട്ടത്തിൽ മേരിക്കുട്ടി, അല്ലെ തോട്ടത്തിൽ തങ്കമ്മ. അങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ എൻ്റെ ഒരു ശൈലി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെല്ലാം കൂടെ ഇളകരുത് കേട്ടോ. അമ്മാമ്മയ്ക്ക് ഇപ്പം മിസ് കോൾ വിടുന്നതും വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുന്നതും അമ്മാമ്മയോട് ഹായ് തങ്ക. ആരാ? പാമ്പ്. സ്നേഹം അങ്ങോട്ട് കൂട്ട് തങ്കം. ഈ തോട്ടത്തിലുള്ള അമ്മാമ്മയോട് ഇപ്പൊ കൂട്ടാർക്കാ? വായിച്ചേ മോനെ, 3-ാം അധ്യായം 1 പെട്ടെന്ന് വായിരു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയത്. പാമ്പ് എവിടത്തെയാ? കാട്ടിലെയാണ് പാമ്പ്. അമ്മാമ്മയോ? തോട്ടത്തിലെ. അപ്പൊ തോട്ടത്തിലെ അമ്മാമ്മയ്ക്ക് കാട്ടിലെ പാമ്പുമായിട്ട് ചങ്ങാത്തം കൂടേണ്ട ഒരു കാര്യവും. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ മീറ്റമൊക്കെ വലിയ മീറ്റമാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ തിരുവാതിര കളിക്കും. അപ്പോൾ ഞാൻ തിണ്ണയിലിരുന്ന് കാണും. ഒരു കുട്ടിയാശാട്ടിയുണ്ട് അവിടെ, പഠിപ്പിക്കുന്നതാണ്. അപ്പുറത്തെ വീട്ടിലൊക്കെ പഠിപ്പിക്കും. അപ്പം ഒരു വരി ഇങ്ങനെ പാടി കേട്ടിട്ടുണ്ട് അവരുടെ രീതിയിൽ. കാട്ടിലെന്തുണ്ട് മൂളുന്നു കണ്ണ കേട്ടിട്ടം ഭയമുണ്ടെനിക്ക്. ഉറങ്ങി. കാട്ടിലെന്തുണ്ട് മൂളുന്നു കണ്ണ കേട്ടിട്ടം ഭയമുണ്ടെനിക്ക്. കഥാന കരടി പുലി ചെന്നാൽ കാട്ടുപൊത്തു കരിമ്പുലി കൂട്ടം. കയറി ഇളകരുത്. പാട്ട് വേറെയാ കേട്ടോ. യായി കയറും. അയ്യോ ഓങ്ങുന്ന. അതുകൊണ്ട് പാടുന്നില്ല. എങ്ങനെ കയറി പാടിയ അളകും. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, ഈ അമ്മാമ്മ തോട്ടത്തിലെയാ. എന്തിനാ കാട്ടിലെ പാമ്പുമായിട്ട് ചങ്ങാത്തം? നിന്റെ മൊബൈൽ നോക്കുമ്പോൾ അറിയാം നീ ആരാന്ന്. മിസ് കോള് കാണുമ്പോൾ അറിയാം ആരാന്ന്. നിന്റെ വാട്സാപ്പ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം നീ ആരാന്ന്. ഇപ്പൊ ഇങ്ങനെ വെള്ളം കൊണ്ടി ഇരിക്കും പോലെ വന്ന് പമ്മി ഇരിക്കുക ഞായറാഴ്ചയൊക്കെ. അല്ല കണ്ട ഉടനെ സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ തോട്ടത്തിൽ പാമ്പിന് ഇടം കൊടുത്തു. അതുകൊണ്ട് പാപം പ്രവേശിച്ചു. അതിമനൂജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ആദിമനൂജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടുകത്തിൽ വന്ന പുരുഷ
പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ 3-ാം അധ്യായത്തിൽ പാപം കയറി, പാപം പ്രവേശിച്ചു. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ അവൻ സ്വന്തം സഹോദരനെ കൊന്നു. കയീൻ ഹാബേലിനെ കൊന്നു. എന്തോ സംഭവിച്ചു നിങ്ങൾക്ക് താഴോട്ടറിയാം. ഈ വെള്ളം പൊങ്ങാനും പെട്ടകം ക്രമീകരിക്കാനും ഒക്കെ കാരണമായി പറഞ്ഞു വരുന്നത് ഒന്ന്, ഒരു കരുണയും ദാക്ഷണ്യവും ദയയില്ലാതെ സഹോദരനെ കൊല്ലുക. പണ്ടൊക്കെ കത്തിക്ക് കുത്തുക, ഇപ്പൊ എല്ലാം എഴുതി കൊല്ലുക. എല്ലാം അവന്റെ കയ്യിലിരിപ്പുണ്ട്. കണ്ണും കടയും കാണാൻ മേലും വന്നിരിപ്പുണ്ട്. അവന് വിരുദ്ധം എഴുതുക. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത, വചനത്തിന് നിരക്കാത്ത, പ്രമാണത്തിന് നിരക്കാത്തത് ഏത് പൊന്നുമോൻ എഴുതിയാലും സൂക്ഷം ദൈവം നിന്നെ പിടിക്കും. അത് സെൻട്രൽ പാസ്റ്ററെ പറ്റി എഴുതിയാലും കൊള്ളാം, ലോക്കൽ പാസ്റ്ററെ പറ്റി എഴുതിയാലും കൊള്ളാം, സഹോദരനെ പറ്റി എഴുതിയാലും കൊള്ളാം, ഏത് പൊന്നു മോൻ എഴുതിയാലും സൂക്ഷം ദൈവം നിന്നെ പിടിക്കും. നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കയ്യും നിർമ്മല. 10 പുത്തം കിട്ടാൻ വേണ്ടിയായി എഴുത്തേ. അത് ഒതകുമോ? ഇവന്റെ സന്തതിക്ക് ഒതകുമോ? ഇവൻ ഒതകുമോ? ഒരുത്തൻ എഴുതി പോയി. എന്ത് ഓരോരുത്തനും എഴുതി എന്ത് ഇപ്പം പുസ്തകം വായിക്കുന്നു ഉള്ള കാര്യമായി പറയാൻ എന്ത് ഇവനില്ല. എത്ര എണ്ണം എഴുതി അറിയാമല്ലോ ഇല്ലേ? ആരെ പറ്റി എഴുതി? അവരിപ്പോഴും ശുശ്രൂഷിക്കുന്നുണ്ട്. ഈടെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഞാൻ അനുഭവിച്ചു. ദൈവത്തിന് മഹത്വം. ഇവിടെ കൈവെടിപ്പായിരിക്കണം. ചൊല്ലങ്ങ് എഴുത്താ. നല്ല കാര്യം എഴുതിക്കൂ. ഒരു കൃപയാ. എല്ലാവർക്കും എഴുതാനുള്ള കൃപ ഇല്ല. അതിന് വരം ലഭിച്ചവരുണ്ട്. നന്നായിട്ട് എഴുതും. നന്നായിട്ട് മറ്റുള്ളവർക്ക് ആത്മീക വർധനയും അവർക്ക് പ്രചോദനവും അവരെ നന്നായി ശ്ലാഘനീയമായതിന് നല്ല കാര്യങ്ങൾ എഴുതിക്കൂ. ഉപദേശവും എഴുതിക്കോ, വചനവും എഴുതിക്കോ. വ്യക്തിഹത്യ പാടില്ല. ഒട്ടൊന്നും ഞാൻ വിവരിക്കുന്നില്ല. കൊല്ലുക. ദൈവത്തിന് മഹത്വം. 5-ാം അധ്യായം, ഉൽപ്പത്തി 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടികയാണ്. എല്ലാവരും മരിച്ചെന്നാ. ആദാം മരിച്ചു, ശേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേന മരിച്ചു, മഹലേൽ മരിച്ചു, യാരദ് മരിച്ചു, മെഥൂശലഹ് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു. എല്ലാം മരിച്ചു. അവിടെ ഒരു പറമ്പുണ്ട്, പിന്നെ അവൻ മരിച്ചു. പിന്നെ അവൻ അങ്ങനല്ലേ മോനെ? 5-ാം അധ്യായത്തിൽ എല്ലാ കണ്ണികയിലും ഇല്ലേ? പിന്നെ അവൻ മരിച്ചെന്നാ. ഓരോ കണ്ണികയുടെ ഒടുവിൽ പിന്നെ അവൻ മരിച്ചു. അടുത്ത കണ്ണിയോ? പിന്നെ അവൻ മരിച്ചു. അടുത്ത കണ്ണിയോ? പിന്നെ അവൻ മരിച്ചു. പിന്നെ എന്നെ പേടിയാന്ന് വായിക്കും. പിന്നെ അവൻ മരിച്ചു. എന്നെ മരണം ഇത്ര പേടിയാ. അവനല്ലേ മരിച്ച? മോൻ വായിര് വായിച്ചു. പിന്നെ അവൻ മരിച്ചു. എല്ലാം വായിച്ചില്ലല്ലോ. ഉള്ളതാട്ടി രാത്രി ഇത്രയിലും ഒപ്പിച്ചല്ലോ. വലിയ കാര്യം. അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ അവൻ മരിച്ചു. പിന്നെ അവൻ മരിച്ചു. അതിന് മുമ്പിലൊരു വാക്യമുണ്ട്. ഇത്ര കൊല്ലം ജീവിച്ചിരുന്ന് പിള്ളേരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. അങ്ങനല്ലേ? അങ്ങനെ ചേർത്തൊന്ന് വായിച്ചു. അതിന് വേറൊരു കാര്യം മനസ്സിലാകും. ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലമാകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അടുത്ത വായിച്ചു. ശേത്തിന്റെ ആയുഷ്കാലമാകെ 922 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഏനോശിന്റെ ആയുഷ്കാലമാകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അല്ലെന്ന് അതിന്റെ മേളിൽ അവൻ പിള്ളേരെ ജനിപ്പിച്ചെന്നും കൂടെ ഒരു പദമുണ്ട്. അതുകൂടെ ചേർത്ത് വായിക്കണം. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. 807 സംവത്സരം 807 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇനി ശേത്തിന്റെ ആയുഷ്കാലമാകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അടുത്ത കണ്ണിക വായിച്ചേ. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു.
ഏനോശിനെ 90 വയസ്സുള്ളപ്പോ കെനാനെ ജനിപ്പിച്ചു. കെനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം 815 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ രണ്ട് കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവൻ മരിച്ചു എന്നെല്ലാരെയും പറ്റി. രണ്ട്, ഇന്നയാളിനെ ജനിപ്പിച്ച ശേഷം ഇത്ര കൊല്ലവും കൂടെ ജീവിച്ചിരുന്ന് പിന്നെ പുത്രന്മാരെയും ജനിപ്പിച്ചു. അങ്ങനെ. പക്ഷേ ഹാനോക്കിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. വായിച്ചേ മോനെ 5-ന്റെ. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 അല്ല, സംവത്സരം. കണ്ണിക തുടങ്ങുന്നത് മുതൽ വായു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. അടുത്തത് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും. എന്താ മനസ്സിലായി? മറ്റുള്ളവരെ പറ്റി എല്ലാം എഴുതിയിരിക്കുന്നത് ഇന്നയാളെ ജനിപ്പിച്ച ശേഷം ഇത്ര കൊല്ലം ജീവിച്ചിരുന്ന് പിന്നെ മക്കളെ ജനിപ്പിച്ചെന്ന. ഹാനോക്കിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ച് പിന്നെ ഒരു 300 കൊല്ലം ആ മനുഷ്യത്ത് ദൈവത്തോടു കൂടെ നടന്നെന്ന. ആരോട് പറയാൻ? ഏതപ്പാ ഗോതമംഗലം. ദൈവത്തിന് മഹത്വം. അത് വിവരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനൊക്കെ എല്ലാം വഴിവിട്ട് നടക്കുക. ദുഷ്ടത വലുത് മാത്രമാണോ? ലൂക്കോസിന്റെ സുവിശേഷവും മത്തായി സുവിശേഷം ഒക്കെ വായിക്കുമ്പോൾ നോഹയുടെ കാലത്തെ പറ്റി പറയാ. വിറ്റും നട്ടും തിന്നും കുടിച്ചും. ഇപ്പോഴത്തെ കാലം അതല്ല, എല്ലാം റിയൽ എസ്റ്റേറ്റ് അല്ലേ. വിൽക്കുക, നടുക, തിന്നുക. കല്യാണത്തിനൊക്കെ ചെന്ന് ചിലതിന്റെ ആർത്തിയൊക്കെ കാണുക. എന്തുവാന്ന് എന്റെ ദൈവമേ, അങ്ങ് പരമേശമായിട്ട് കിടക്കും. ഇടിച്ചൊരു കയറ്റവും കയറി കഴിഞ്ഞാൽ എവിടെയും മര്യാദയ്ക്ക് ഇരിക്കും. ഇങ്ങനെ കന്നു പോകും പോലും. പെന്തിക്കോസുകാരും കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ കഴിക്കുകയും ചെയ്യും. ഞാൻ ഉപദേശിമാരോട് പറയും, വിവാഹ ശുശ്രൂഷ കഴിയുമ്പോൾ ഉടനെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. ഇല്ലേ ഇതുങ്ങളെല്ലാം കഴിക്കുമ്പോൾ എല്ലാം ദീനവും തണ്ണോ ആട്ടെ. വിറ്റും നട്ടും തിന്നും കുടിച്ചും. ഭക്ഷണത്തിനല്ലയോ കൂടുതൽ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നേ, ഇല്ലയോ? അതെ, ഭക്ഷണം വേണ്ടെന്നല്ല, പക്ഷെ അമിത. നിങ്ങൾ പെന്തിക്കോസുകാരുടെയൊക്കെ കല്യാണത്തിന് ചെന്ന് എന്തോ ദൂർത്തടിയാന്നറിയാമോ? ആർഭാടം. അതെ, ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. വിളിക്കുന്നവർക്ക് യോഗ്യമായിട്ട് ഭക്ഷണം കൊടുക്കണത് ഒരു നാട്ടു നടപ്പ്, ഒരു കീഴ്വഴക്കമാണ്. ഒരു ചോറ് കളയരുത്. ദൈവം നിന്നെയെല്ലാം ന്യായം വിധിക്കും. ഞങ്ങളുടെ അവിടെ തിരുവല്ലയിൽ ഒരു ചെറിയ കൂട്ടായ്മയാണ്. 10-100 പേര് ചിലപ്പോൾ കാണും. ഒത്തിരി പേര് വന്നതാ, നീക്കിയല്ല. എന്നാന്ന് കാര്യം പിടികിട്ട് കാണുമല്ലോ. അതാ ഒത്തിരി വന്നതെല്ലാം കൂടെ നോക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 1000-600 പേര് കണ്ടതിന് വന്നിവനിങ്ങനെ വയ്യ കുറുക്കനെ പോലൊക്കെ പമ്മി നോക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാക്കി ഈ ചേമ്പ് ഈ കലത്തിനകത്ത്. എന്നിട്ട് അവൻ കലവും ചേമ്പുമായിട്ട് അങ്ങ്. ഞാനും കൂടെ പറയും, ഇരുന്ന് മെനക്കെടരുത്, പെട്ടെന്ന് പൊക്കോളാൻ പറയും. ഇവിടുത്തെ രീതി നിന്നെ പ്രതി ഇവിടുത്തെ ഈ സിസ്റ്റത്തിനൊന്നും മാറ്റം വരുത്തുകയല്ല. നീ ഇതിനോട് യോജിക്കുകയല്ലാതെ ഇത് നിന്നോട് യോജിക്കുകയല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള രീതികളാണ്. പക്ഷേ ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് കൂട്ടായ്മ ആരംഭിച്ച് അന്ന് മുതൽ അതാ എനിക്ക് സന്തോഷം. ഇദ്ദേഹത്തോട് എല്ലാ ഞായറാഴ്ചയും വരുന്നവർക്കെല്ലാം ഭക്ഷണമുണ്ട്. അത് ദൈവം ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ കർക്കശമായിട്ട് പറയും, ഒരു ചോറ് കളയാനൊക്കത്തില്ല, കൂട്ടാനും കളയാനൊക്കത്തില്ല. ചിലക്ക് അങ്ങ് ആർത്തിയാ മേടിക്കുമ്പോൾ എല്ലാം ഇഞ്ഞ് ഉടഞ്ഞുവിടാൻ കണ്ണിട്ടയ്ക്ക് തരികാതെ എല്ലാം മേടിച്ച് ഉമ്മ ഇല്ല പാന്തി തിന്നും പോലിരുന്ന് കഷ്ടമെന്നോ ഉള്ള കാര്യമായി പറയുന്നത്. ഇനി ഇത് കൂടുതൽ എന്നാ പറയാം? ആര് ഭക്ഷണം തന്നാലും നന്നായിട്ട് അധ്വാനിച്ചതിൻ്റെ ഫലമായത്. അത് അമേരിക്കക്കാർ തന്നാലും പേർഷ്യക്കാർ തന്നാലും നാട്ടിലുള്ളവർ തന്നാലും നമ്മുടെ ദൈവമക്കൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ ഒരു വിഹിതമായി കിട്ടുന്നത്. അല്ല എന്നെ രാത്രി തന്നെ കള്ളനോട്ടടിയുണ്ടോ? പിന്നെ
റോഡ് പണിക്ക് പോകുന്നവരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, വണ്ടിപ്പണിക്ക് പോകുന്നവരുണ്ട്, മാത്രമല്ല അടുക്കള പണിക്ക് പോകുന്നവരുണ്ട്, മുനിസിപ്പാലിറ്റി ജോലിയുള്ളവരുണ്ട്, ഗവൺമെൻറ് സർവീസിൽ വീണ്ടും വേറെ ജോലികളുള്ള എല്ലാവരും, ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട്, വചനത്തെ ഭയപ്പെട്ട്, ദൈവകുഞ്ഞുങ്ങളെ ആദരിച്ച നമുക്ക് 10 രൂപ തരുന്നേ. അപ്പോൾ അതുകൊണ്ടായി ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒരു ചോറ് കളയരുത്. ഞാൻ ഞങ്ങളുടെ സഭയെ കർക്കശമായി പറയും. മാത്രമല്ല, നിങ്ങൾ ഞാൻ ഈ എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ നടക്കും. അല്ല, യോഗം കഴിഞ്ഞ ഉടനെ എൻ്റെ ഞാൻ കഴിച്ചു ഞാൻ പോവുക, ശുശ്രൂഷയുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. വിശ്വാസി കഴിച്ചോ എടുത്തോ ഒന്നും അവർക്ക് വിഷയമല്ല. അവരുടെ പങ്കുമായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ നടക്കും. അത് തീർന്നില്ല. അതേപോലെ സജ്ജാനൊക്കെ അവിടെ വന്നിട്ടുള്ളത് ജേസനൊക്കെ. എന്നിട്ടേ ഈ വേസ്റ്റ് കളയുന്നിടത്ത് ഞാൻ പോയി നിൽക്കും. അവിടെ ഞാൻ ഇങ്ങനെ നിൽക്കും. ലാസ്റ്റേ കഴിക്കുള്ളൂ. അവിടെ നിൽക്കും. കൊണ്ടുവന്ന് കളയുന്ന എനിക്കൊന്ന് കാണണം, ഇതന്നെ കളയുന്നെന്ന്. അപ്പം ചിലർ ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടോണ്ട് അവിടെ നിന്നുകൊണ്ട് ബാക്കിയും കൂടെ വേസ്റ്റ് അല്ല, ഈ സാമ്പാറിനകത്തുള്ള കഷണമൊക്കെ ചിലക്ക് ഇറങ്ങുകയല്ല. നല്ല വെള്ളരിക്കയൊക്കെ നല്ലതല്ലേ, അവന് ചിക്കൻ മാത്രമേ ഇറങ്ങുകയുള്ളൂ. വേണ്ടെങ്കിൽ വിളമ്പുന്ന സമയത്ത് പറയണേ എനിക്കിത് വേണ്ട. പ്ലേറ്റിൽ മേടിച്ചേച്ച് അവിടെ കൊണ്ട് കളയാനൊക്കത്തില്ല. മനസ്സിലായോ? കളഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല, അവിടെ നിർത്തി തീറ്റിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ചോറ് കളയരുത്. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോടും മാനാക്കളോടും ചോദിച്ചാൽ, പണ്ട് കാലത്ത് കുഞ്ഞുനാളിൽ ഒരു പിടി പറ്റിന് കൊതിച്ചിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. അമ്മ ആ കലത്തിനകത്ത് കഞ്ഞി അവസാനം കോരി ഒന്നുമില്ല. ആ ചിരട്ടത്തവി കോരിയപ്പോളേ 3-4 പാറ്റ്. പാത്രത്തിൽ ഒഴിക്കാനില്ല, ആ ചിരട്ടത്തവിക്കകത്ത് തന്നെ 3-4 പാറ്റ്. ആ വെള്ളവും കുടിച്ച് ആ പറ്റും തിന്നിട്ട് കിടന്ന് അങ്ങനെയുള്ള അനുഭവം ഉള്ളവരുണ്ട്. ഇപ്പൊ ഇത് കണ്ടമാനം തീറ്റയെല്ലാം കൂടെ വന്നപ്പോ ഇതിനെല്ലാം അഹങ്കാരവും എല്ലാം കയറി ചുമ്മാ ചില പിള്ളേര് നിർബന്ധം ഞാനത് കഴിക്കത്തില്ല. ഇത് ഇറങ്ങുകയല്ല, ഇവൻ ഇറങ്ങുകയല്ല. കൊടുക്കരുത്, അവൻ തുള്ളിക്കൊണ്ട് വന്ന് തിന്നും. ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഈ കുന്തളിപ്പ്. ഒത്തിരി ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഞങ്ങളുടെ അവിടെ നിങ്ങളൊന്ന് വന്ന് നോക്ക്. എല്ലാം പറയും, ഒരു ചോറ് കളയാൻ അനുവദിക്കുകയല്ല, കൂട്ടാനും കളയാൻ. നിനക്ക് ആവശ്യമുള്ളത് മേടിച്ച് വയറ് നിറച്ച് കഴിച്ചോണം, കളയരുത്. നിങ്ങൾ ചില കല്യാണത്തിനൊക്കെ ചെന്നേ വലിയ മനോദുഃഖമായി, എനിക്ക് മനോദുഃഖം ഉണ്ടായിട്ടുണ്ട്. എന്ത് വേണ്ട ഭക്ഷണമാണ്. ദൈവ ഇവനെയെല്ലാം ന്യായം വിധിക്കുമെന്നുള്ളതിന് ഒരു തർക്കവും. കാറ്ററിംഗുകാരനെ ന്യായം വിധിക്കും, ഈ വിളിച്ചവനെ ന്യായം വിധിക്കും. ഒരു തർക്കവുമില്ല കാര്യത്തിന്. ഒരു തരിച്ചോറ് കളയരുത്. ചിലക്ക് അങ്ങ് ആർത്തി എല്ലാം മേടിച്ച് അങ്ങ് കൂട്ടുക. സാമ്പാർ, തോരൻ, ഇതന്നെ അച്ചാറ്, എല്ലാം മേടിച്ച ചുമ്മാ ഒരു മൂലയ്ക്ക് പോയി പാമ്പ് ഇരുന്നത്. അങ്ങ് ആവശ്യത്തിന് കഴിക്കണം. ഒരു ചോറ് കളയരുത്, ഒരു ആഹാര സാധനം കളയരുത്. കളഞ്ഞാൽ ദൈവം നിന്നെ ന്യായം മതിക്കും. അവസാനം ഒരു ഉദാഹരണം അങ്ങ് പറയാം. അവസാനം മെഡിക്കൽ കോളേജ് കിടക്കി ഇങ്ങനെ ആമ്പലിന്റെ വള്ളി പോലെ. അന്നേരം നീ ചിന്തിക്കും 2 ചോറ് കിട്ടിയ. അന്നേരം ഡോക്ടർ പറയും ഒരു കാരണവശാലും കൊടുക്കരുത്. അന്നേരം നീ പറയൂ ഇച്ചിരി മീൻ കൂട്ടാൻ കൂട്ടി ഒരിലുള്ള ചോറെങ്കിലും നീ കളഞ്ഞപ്പോ ഓർക്കണം. മനസ്സിലായോ? എന്നൊക്കെ വിലയുള്ളതാ. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച ഒത്തിരി അങ്ങ് പ്രസംഗിക്കും, നിലമ്പൂര് പോക്ക് നടക്കുകയല്ല. അതുകൊണ്ട് നിർത്തുക. എന്തുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം വരാനും ഈ പെട്ടകം ക്രമീകരിക്കാൻ കാരണമെന്നാ?
300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരമുള്ള ഒരു പെട്ടകം ഗോപേർവരം കൊണ്ട് ഏതാണ്ട് 171 മീറ്റർ നീളവും 21 മീറ്റർ വീതിയും ഏതാണ്ട് 14 മീറ്റർ ഉയരമുള്ള ഏകമാം വാതിലുള്ള 3 തട്ടുകളുള്ള പല കോഷ്ടങ്ങൾ കിളിവാതിലുള്ള ഒരു പെട്ടകം. അത് സർജരസ ചാന്ത് കൊണ്ട് അകവും പുറവും കീലും ഒക്കെ തേച്ച് വേണം ഈ പെട്ടകം പണിയാൻ. എന്തിനാണെന്നറിയാമോ? ന്യായവതിയുടെ വെള്ളം വരാൻ പോവുക, ജലപ്രളയം വരാൻ പോകുക. എന്താ ഈ ന്യായവതി വരാൻ കാരണം മറ്റൊന്നുമല്ല. 1, മനുഷ്യന്റെ ദുഷ്ടത വല്ലാതെ പെരുകി. 2, ആരാധനയും കൂട്ടായ്മയും അല്ല വിഷയം. വിറ്റും നട്ടും തിന്നും കുടിച്ചും പിന്നെ വിവാഹത്തിന് കൊടുത്തു എടുത്തു, ഇതൊക്കെയാ പരിപാടി. ദൈവത്തിന് മഹത്വം. എല്ലാം വിവരിക്കുന്നില്ല. അപ്പൊ തന്നെ ആരാധനയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. വർഷിപ്പാന്നേ ഭയങ്കര വർഷിപ്പാ. പ്രമേണം വിട്ടാന്നേലും വർഷിപ്പ്, എല്ലായിടത്തും അങ്ങ് വർഷിപ്പാ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. വായിച്ച 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഖണ്ഡിക വായിച്ച 5-ാം അധ്യായത്തിന്റെ നേരെ മേളിൽ 4-ന്റെ ഒടുവിൽ ചെറിയ ഖണ്ഡിക ഉണ്ടല്ലോ. ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു ചെറുക്കനുണ്ടായി, അവന്റെ പേരാണ് ശേത്ത്. അടുത്ത വാക്യമായത്, ശേത്തിന് ഒരു മകൻ ജനിച്ചു. ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. അവന് ഏനോശ എന്ന് പേരിട്ടു. അടുത്തത്, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഒടുങ്ങിയെന്നല്ലോ, തുടങ്ങിയെന്ന ആരാധന തുടങ്ങി. ചൊല്ലി പറയത്തില്ല, ആരാധന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന്. ഇഞ്ചനാ എവിടാ? ഇപ്പൊ എല്ലായിടത്തും അങ്ങ് ആരാധന സ്റ്റാർട്ട് ചെയ്യാ. ഞാൻ എതിരല്ല, ആയിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്തോ. ഈ എല്ലാവരും ആരാധിക്കുക, എല്ലായിടത്തും ആരാധിക്കുക. പക്ഷെ ഒരെണ്ണം പ്രമാണത്തിൽ നിൽക്കുന്നില്ല. എന്ന് നോക്കിയ ഇഷ്ടം പോലുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്നതിൽ ഒരുത്തനാണ് ലാമേക്ക്. അവൻ അന്ന് 2 ഭാര്യ, ആദയും സില്ലയും. അവനും പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ആളാ. അവൻ 2 ഭാര്യയായിട്ട് അവന് ജീസസ്. അവന് 2, ആദയും സില്ലയും. അവനാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അവൻ്റെ വിളിച്ചു, അച്ഛാ ഇവിടെ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം, എന്തുകൊണ്ട് വിശേഷം? വർഷിപ്പ്. അവൻ ലീഡറാണ്. 2 ഭാര്യ, ഇവന് പിള്ളേരുണ്ട്. അവരും വലിയ മെച്ചമുള്ള പിള്ളേരാ. വായിച്ചേ മോനെ, 5-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിച്ചേ. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം, അല്ല 4-ന്റെ 19 മുതൽ ഏറ്റവും മേളില്. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവർക്ക് സില്ല എന്നും പേര്. ആദാ യാബാലിനെ പ്രസവിച്ചു. പ്രസവിച്ചവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി എന്ന് പറഞ്ഞ ഇവൻ ടെന്റ് മേക്കർ. വലിയ ടെന്റ് അടിച്ച പരിപാടി. കോട്ടയത്തും കോഴിക്കോട്ടും മല്ലപ്പള്ളിയിലും കോഴിക്കോടും പിന്നെ ബാംഗ്ലൂരും പിന്നെ കൊട്ടാരക്കരയിലും ഒക്കെ പുത്തരിക്കണ്ടം മൈതാനത്തും ഒക്കെ ടെന്റ് മേക്കറാണ്. ടെന്റ് അടിച്ച് ഭയങ്കര വമ്പം പരിപാടിയാ. ആളിളകുക. ആരുടെയാ? പാസ്റ്റർ യാബാൽ അല്ലേ? ഡോക്ടർ ഓറൻ യാബാൽ. അങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ, ഇച്ചിരി കനത്തിലിരിക്കട്ടെ. അപ്പൊ ഡോക്ടർ റവറൻ യാബാൽ ഭയങ്കര ആളാ. ടെന്റ് അടിച്ച പരിപാടി. അവന്റെ ബ്രദറും അസിസ്റ്റന്റാ. വായിര്. അവന്റെ സഹോദരൻ യൂബാൽ എന്ന്. അവന്റെ ബ്രദർ എല്ലാം നല്ല പേരാ, യൂബാൽ. അത് വളരെ മിടുക്കനാ, യൂബാൽ. അവനോ? ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. എല്ലാവർക്കും പിതാവാ. മറ്റവന്റെ ഭയങ്കര ബിസിനസ്സും പാസ്റ്റർ. അപ്പൊ തന്നെ ബിസിനസ്സും ഉണ്ട്. കൂടാരവാസികൾക്ക് പശുപാലക ഫാമൊക്കെ ഉണ്ടെന്ന്. ലോഡ് കണക്കിന് കന്നാലിയുടെ പാല് കയറി. പിന്നെ അപ്പൊ കോടിക്കണക്കിന് അവൻ സ്വത്തുണ്ട്. അപ്പൊ അവന്റെ ബ്രദറാണ് യൂബാൽ. അവനാണെങ്കിൽ കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവർക്ക് അസാധ്യമായിട്ട് അവൻ കിന്നരം. പണ്ടൊരാൾ വായിച്ചു, അവൻ കിന്നാരം വായിക്കുമെന്ന്. ഇപ്പോൾ അതാം ഈ കൂടുതൽ നടക്കുന്ന കിന്നരമല്ല. ഇതുങ്ങളുടെ പാവത്തുങ്ങളാ ഇരിപ്പ് കാണുമ്പോ അറിയാം. ചിലതിൻ്റെയൊക്കെ കിന്നാരം കാണണം. വന്നിരിക്കുമ്പോ തന്നെ അതാണ്ട് യോഗ്യമായിട്ടിരിക്കുന്ന എഴുന്നേറ്റ് വന്നത് കാണണ്ട. ഇങ്ങോട്ട് വാ കോച്ചേ. പേരെന്തുവാ? ഇത് നമ്മുടെ ആളാണോ? പെങ്ങളാ? ഇങ്ങോട്ട് പെങ്ങൾ ഇങ്ങോട്ട് കയറി നിൽക്കും. ഇങ്ങോട്ട് കയറി നിൽക്കാൻ ഇത്ര നാണം വേണ്ട. യോഗ്യമായിട്ട് തലയെ തുണിയാക്കി ഇട്ട് യോഗ്യമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ പോയിട്ട് ഇത് ആരാ?
ആയിക്കോട്ടെ, അത് തട്ടി കുടിച്ചിട്ട് അതിങ്ങോട്ട് വാ. ഇതാണ്ട യോഗ്യമായിട്ട് വസ്ത്രവെക്കത്തില് ഇങ്ങനെ വേണം ഒരു ശുശ്രൂഷയ്ക്ക്. ഇതുപോലെ കാല് പറഞ്ഞ കുറെ അവളുമാരുണ്ട്. വർഷിപ്പ് ലീഡറാണെന്നും പറഞ്ഞ് ഇവളുമാരി ഉമ്മ തലയിലും തുണി ഇടുക, അല്ലെ 2 മുടി ഇതിലിട്ട്, പിന്നെ ഇങ്ങനെ കമ്പിവടി പോലെ ഇടുന്ന മുടിക്ക് എന്നാ പറ, എന്നെ മോളെ പറ എന്നതാ ആ സ്ട്രെയിറ്റ് ആണോ വളവാന്നോ എനിക്കറിയാൻ മേല. എന്നാ ഒരു സങ്കടം പോലെ ഉള്ള കാര്യമായി പറയുന്നത്. തലയിലൊന്നും തുണി ഇടുക, തറ കൊള്ളുകാലാത്ത കുറെ എണ്ണം. അങ്ങനെയുള്ള ഒറ്റ ഒരെണ്ണത്തിനെ വിളിക്കരുത്. യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച് മര്യാദയ്ക്ക് അങ്ങനെയുള്ളവരുണ്ടെന്ന് ഇല്ലേ? ഉണ്ട്, അവരെ വിളിക്കും. ആത്മീക ശുശ്രൂഷകളിൽ അവര് മതി. അല്ലാത്ത പേക്കൂത്തിന് മറ്റത് വരട്ടെ. എന്നാ നിങ്ങളിങ്ങനെ ദൈവത്തിന് മഹത്വം. എത്രയോ മാന്യ സഹോദരിമാരുണ്ട്, എത്രയോ മാന്യരായ യൗവനക്കാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. കോഴ തെറ്റി നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഇപ്പൊ അത് മതി എല്ലാവർക്കും. യോഗ്യത ഉള്ളതിനൊന്നും വേണ്ട. തലയിലും തുണി ഇടുക, നേരും ചൊവ്വനും വസ്ത്രം ധരിക്കലും ഉമ്മാങ്ങ് എന്തുവാ ഇതന്നെ ഈ ശ്വാന പ്രദർശനം എന്ന് പറഞ്ഞ പോലെ ശരീര പ്രദർശനമാണ്. അങ്ങനെ ഒരു പ്രദർശനമുണ്ട്, ശ്വാന പ്രദർശനം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ശ്വാന പ്രദർശനം. ശ്വാനൻ പട്ടിയെ പ്രദർശിപ്പിക്കുക. കണ്ടിട്ടില്ല? ബെൽറ്റുമായിട്ട് വരുന്നത് അവൻ്റെ വട്ടമോ ഉള്ള പട്ടി, നീണ്ട മുഞ്ഞിയുള്ള പട്ടി, അടിച്ചു പരത്തിയത് പോലെയുള്ള നിങ്ങളെ കുറവുള്ളതോ നിങ്ങളോ ഉള്ളത് പ്രദർശനം എന്ന് പറഞ്ഞ പോലെ ഇപ്പം പല ആത്മീക വേദികളും കുറെ എണ്ണം ഇപ്പൊ കൈയടക്കി. അത് വിവാഹ ശുശ്രൂഷയ്ക്ക് എന്നാലും ഇങ്ങനെ കുറെ എണ്ണമുണ്ട്. മര്യാദയ്ക്ക് വരുന്നവരും ഉണ്ട്. നല്ല സ്ത്രീകളും നല്ല യൗവനക്കാരും ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പറഞ്ഞോ, അതൊക്കെ പറയും. എന്തുവായി? സമയം എന്തുവായോ? 9:30 ആയോ? ഒന്നും ആയില്ലേ? നോക്കട്ടെ. 9:30 ആയോ? ഈ ആരുടെ വാച്ച? ഇത് ഓടുന്നതല്ലേ? 9:30 കഴിഞ്ഞോ? എത്രയാ? എന്നാ മതി. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ പിള്ളേരെ ഒരുത്ത യാബാല് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. രണ്ടാമത്തവൻ യൂബാൽ, അവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് വൈരി. അടുത്ത വാക്യം. സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നു. ഇവൻ ഗുണ്ടായുസമാ. സഭയ്ക്കകത്തൊക്കെ ഇപ്പൊ ഗുണ്ടായുസം കൊണ്ട് ബോംബും ഒക്കെ ആയിട്ട് വരും, അടിയുണ്ടാക്കും. ഗുണ്ടകളുണ്ടെന്ന് ചെലി പറയത്തില്ലേ? ഞാൻ കാണിച്ചു തരാൻ. എവിടെ? സഭയിലെങ്ങാനും വന്ന് നീ വഴക്കുണ്ടാക്കിയാൽ അടിച്ച് നിന്റെ വണ്ടി വയറ് ദൈവം തകർക്കും. സഭയെന്നുള്ളത് നിനക്ക് നിന്റെ വെമ്പളയ്ക്ക് മഴക്കുണ്ടാക്കാനുള്ള സ്ഥലമല്ല. മനസ്സിലായോ? സഭയെന്നുള്ളത് നിനക്ക് നിന്റെ കുടുംബക്കാർക്കും മഴക്കുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും ഉള്ള സ്ഥലമല്ല സഭ ദൈവത്തിൻ്റെതാ. ഞായറാഴ്ച നീ സഭയെ വരുന്ന എന്തിനാ ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കാനാ. ഒരാഴ്ച മുഴുവൻ നിന്നെ സൂക്ഷിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റണം. അല്ലാതെ സഭയെ വന്ന് ഞാൻ ഈ വിഷയം സഭയിലൊന്ന് പറയും, ഈ പ്രാവശ്യം ഈ ആഴ്ച ഞാനൊരു കലക്ക് നിന്റെ അടിച്ചില്ല ദൈവം ഇളക്കി. നീ ഓർക്കുന്നത് ഇത് കുഞ്ഞുകളിയാന്നാന്നോ? സഭയോട് കളിക്കരുത്. അതന്നെ, സഭ കർത്താവിൻ്റെതാ. അഭിപ്രായ വ്യത്യാസവും ആശയപ്പച്ചകൊക്കെ വരും. അതിനൊക്കെ വേറെ ടൈമും വേറെ സ്ഥലവും കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കണം. അല്ലാതെ ഞായറാഴ്ച സഭായം നടക്കുമ്പോൾ നീയും നിന്റെ വെമ്പളും നിന്റെ പീത്തക്കൊച്ചുങ്ങളും കൂടെ വന്ന് ഇത് കലക്കുമെന്നും പറഞ്ഞ് വന്ന ഒരെണ്ണം നാടൻ ഭാഷ പറഞ്ഞ ഒരു നടക്ക് പോകുകയല്ല. സഭ ദൈവത്തിൻ്റെതാ. ദൈവം നിന്നെ നടത്തിയ വിധമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം. ഇതങ്ങ് ഗുണ്ടായുസമാ. അതാ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും എല്ലാം ആയുധങ്ങളെ തീർക്കുന്നവനായി. അതാ അത്രയൊക്കെ ഇരിക്കും. മാത്രമാണോ ബോധിച്ച പോലെ നടക്കുക. 6-ാം അധ്യായത്തിന് ഒന്ന് വായിച്ച മോനെ വേഗത്തിൽ നിർത്താം. 10 ആകുമ്പോൾ പ്രസംഗം മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. 10 നിർത്തും.
മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് തങ്ങൾക്ക് ബോധിച്ചെന്നാ, ദൈവത്തിന് ബോധിച്ചതല്ല. എങ്ങനെ തങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ അല്ലയോ സഭയ്ക്കകത്ത് വല്ല എല്ലാം നമുക്ക് ബോധിച്ച പോലെ. എടാ നിനക്കും നിന്റെ കുടുംബത്തിനും അല്ലെ എനിക്കും എന്റെ കുടുംബത്തിനും ബോധിച്ച പോലല്ല. പിന്നെ എങ്ങനെ സഭയ്ക്കകത്ത് നടക്കേണ്ടത്? ഇതിനകത്ത് എന്തോ എഴുതി അതുപോലെ നടക്കണ്ടേ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ മോനെ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവരാകെ 300 പേരായിരുന്നു. 17-ന്റെ 6 വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ ശ്രദ്ധിച്ചു വായിക്കണേ, ശ്രദ്ധിച്ചു വായിക്കണേ. അല്ലെ, ശ്രദ്ധിച്ചു വായിക്കുകയും ചെയ്യണം, ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം. ഒന്നുകൂടെ വായിച്ചു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ ബോധിച്ചതുപോലെ. ആ പദം കണ്ടോ? ഓരോരുത്തൻ ബോധിച്ചതുപോലെ. ആ ഒരു വാക്യം കൂടെ വായിക്കണം, ഇത് മറക്കരുത്. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഇനി മോനെ 21-ാം അധ്യായത്തിന്റെ 25 വായിച്ചേ. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ച പോലെ. വ്യത്യാസം കണ്ടോ? 17-ാം അധ്യായത്തിൽ ഓരോരുത്തൻ ബോധിച്ച പോലെ. സഭയ്ക്കകത്തൊക്കെ ഇപ്പൊ ബോധിച്ച പോലല്ലേ വരികയും പോവുകയും ചെയ്യുന്നേ. അവന് ഇഷ്ടമുള്ളപ്പം വരിക, ഇഷ്ടമുള്ളതുപോലെ ഇരിക്കുക, ഇഷ്ടമുണ്ടെ കൈ അടിക്കുക, ഇഷ്ടമുണ്ടെ അല്ലേലിയ പറയുക, ഇഷ്ടമുണ്ടെ പാട്ട് പാടുക, ഇഷ്ടമുണ്ടെ സ്വോത്രകാഴ്ച കൊടുക്കുക, ഇഷ്ടമുണ്ടെ കർത്തമേച്ച് എടുക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ സ്വോത്രകാഴ്ച എഴുന്നേറ്റ്. എന്നാ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഉള്ള കാര്യമായി പറയുന്നു, സത്യമല്ലേ പറയുന്നത്? ഭാഷമാര് മിണ്ടുകയില്ല, അതുങ്ങളും പേടിച്ച് ആകെ 3 കുടുംബമാ. ശ്വാസം വിടാത്തൊരു തള്ളേ, നോത്രം പറയാത്തൊരച്ഛൻ, അതുകൂടെ പണങ്ങി പോയ. എടാ അവിടെ ഇരിക്കടാ, ഇതുകൂടെ കഴിച്ചു പോടാ, ഇവിടെ ഇരിക്കടാ. പതിനേഴാം അധ്യായത്തിന്റെ 6-ൽ ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. അത് 21-ന്റെ 25 ആയപ്പോൾ ഓരോരുത്തൻ തനിക്ക് ബോധിച്ച പോലെ. ഒരു കാര്യം പറയാം, ആ ന്യായാധിപന്മാരുടെ പുസ്തകം മോനെ 1-ാം അധ്യായത്തിന്റെ 1 വായിച്ച ഒരു കാര്യം പറയാം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു? കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. അപ്പൊ തുടക്കം ദൈവത്തോട് ചോദിച്ച തുടക്കം. അമ്മ ദൈവം പറഞ്ഞു യഹൂദ മുന്നേ പോട്ടെ. എന്നാ അങ്ങനെ ആട്ടെ. യഹൂദ മുൻപിൽ പുറപ്പെട്ടു. അപ്പൊ കനാന്യരോട് പടയെടുക്കാൻ പോവുക. അങ്ങനെ പടയെടുത്ത് കനാനെ കീഴടക്കുക. അങ്ങനെ കനാൻ ദേശത്ത് പാർത്ത് കനാനിലെ നന്മയല്ല അനുഭവിക്കാൻ തുടങ്ങി. കനാനിന് ഒത്തിരി നന്മയുണ്ട്. വിശേഷിച്ച് പാലും തേനും ഒഴുകുന്ന മോനെ 3-7 പുറപ്പാട് 3-7. എനിക്കൊന്നും നിർത്താൻ തോന്നുന്നില്ല കേട്ടോ. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവിടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് എടുത്തു പറയാ. അടുത്തത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാനിയർ, ഹിത്യർ, പാലും തേനും ഒഴുകും നാട്, മലിന്യ ഇല്ലാതെല്ലും ഭാഗ്യനാട്. പാലും തേനും ഒഴുകും നാട്, മാലിന്യ ഇല്ലാതെല്ലും ഭാഗ്യനാട്. മായലോകം വിട്ട മരു പഴയ പാട്ടാ. അമ്മേ പാടമ്മേ, ഉറങ്ങാതെ പാടമ്മേ.
ലോകം വിട്ട മരുവാസിയ പരദേശിക്ക് സിയോൻ പുരിയെന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരിയെന്നൊരു സമയം പോയല്ലോ. അപ്പം പാലും തേനും ഒഴുകുന്ന ദേശം. ഇനി ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ച് കനാന്റെ പ്രത്യേകത പെട്ടെന്ന് വായിച്ചോ, നമുക്ക് വീട്ടിൽ പോകേണ്ടതാ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിയും അത്തിയും മേദളമുള്ള ദേശം, ഒലിവൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിന് കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. എന്നിട്ട് പറയാ, നീ ഭക്ഷിച്ചു തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ, മിസ്രയീമെ ഇരുമ്പുചൂളയിൽ നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നേ, ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് തരാതായി നിന്റെ ജീവനെ കൈപ്പാക്കി. അവിടുന്ന് ആ ദൈവം നിന്നെ രക്ഷിച്ച്, അങ്ങനെ രക്ഷിച്ചു കൊണ്ടുവന്ന് നീ അറിയാത്ത ദേശത്തോട്ടാ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ എന്തെല്ലാം സാധനമാ, ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, ഒന്നുകൊന്നുക്ക് മെച്ചം. പിന്നെ ഇവര് പണിയാത്ത വീട്, ഇവര് കുടിക്കാത്ത കിണറ. ഈ വീട്ടിലൊക്കെ പാർത്ത് കുടിക്കാത്ത കിണറിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഈ പാലും തേനും ഗോതമ്പ് യവവും ഇതെല്ലാം കൂടെ കണ്ടമാനം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെല്ലാം കുത്തല് തുടങ്ങി. ഇവനെല്ലാം അതിന് ഞങ്ങളുടെ നാട്ടിലൊരു പദം പറഞ്ഞ തീൻകുത്തലെന്നാ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. തീൻകുത്തൽ അല്ലെ തീറ്റിക്കുത്തൽ എന്നൊക്കെ പഴയ അമ്മമാര് പറയും. അല്പം കൂടെ മോഡേൺ ആൾക്കാർ പറയും എല്ലിനിടയെ കയറിയതാണ്. കണ്ടമാനം ഇത് ചെല്ലുമ്പോ കുത്തലുണ്ടാകും. അങ്ങനെ ദൈവം ഇവരെ നന്മ കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, കനാന്യരുടെ പടയ്ക്ക് പോകാൻ ആര് പോകണം? അപ്പൊ ദൈവം പറഞ്ഞു, യഹൂദ പോകട്ടെ എന്ന് പറഞ്ഞാൽ തുടക്കം ദൈവാലോചന ചോദിച്ച. പക്ഷെ വീടും നന്മയും ചുറ്റുപാടും വണ്ടിയും കാറും ലോറിയും പിക്ചറും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോ ഇപ്പൊ ആ മുകളിലോട്ട് ചോദിക്കുമല്ലോ. ഓരോരുത്തരും ബോധിച്ച പോലെ അങ്ങ് പോവുക. 21-ാം അധ്യായം വന്നപ്പോ തനിക്ക് ബോധിച്ച പോലെ. ദൈവത്തിന് മഹത്വം. നേരത്തെ എല്ലാവരും ഒന്ന് ശോധന ചെയ്തോണം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. എന്തുവാ രണ്ടുപേരും പറഞ്ഞു, ഏതാണ്ട് പറഞ്ഞു. വാക്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 തുടക്കം, 17-ാം അധ്യായത്തിന്റെ 6 ബോധിച്ച പോലെ, 21-ാം അധ്യായത്തിന്റെ 20 തനിക്ക് ബോധിച്ച പോലെ. ഇനി 36-ാം അധ്യായത്തിൽ ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ബോധിച്ച പോലൊക്കെ ജീവിച്ചപ്പോ തമ്പുരാന് മനസ്സിലായി ഇവനെ എല്ലാം ഇങ്ങനെ കയറൂരി വിട്ടാൽ സഭയ്ക്കകത്ത് അങ്ങനെ കയറൂരി വിടരുത്. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കടി. ഇതിന് പ്രമാണമുണ്ട്. ചിലർക്ക് ഇതിനൊരു ബെല്ലും പ്രയോഗിക്കില്ലെന്നാ. എടാ, സഭയ്ക്ക് പ്രമാണമുണ്ട്, ഇതിനകത്ത് വ്യവസ്ഥയുണ്ട്. ഉണ്ടെന്ന് ചുമ്മാ ചിലരൊക്കെ ചുമ്മാ കണ്ടറക്കാള് കളിച്ച് കിടക്കാന്ന്. തോലുമ്പം വരിക, തോലുമ്പം ഇറങ്ങിപ്പോവാ. ഞാൻ ഞങ്ങളുടെ അവിടെ സഭായം നടക്കുമ്പോൾ ഒരുത്തന്നെ ഇറങ്ങിപ്പോയി ചോദിക്കും, എവിടെ പോകാടാന്ന് ഞാൻ ചോദിക്കും. അറിയണ്ടായോ? ഇവനെ കാലത്ത് ഇവൻ ബോംബ് വെക്കാൻ പോവാണെന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? എല്ലാവരും എന്നെ ഗുണപ്പെട്ടതാണോ? അതിനകത്ത് കയറുന്നവന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. തന്നെ എന്നേ ചോദിക്കാൻ കാര്യം, ഇതിനകത്ത് വരുന്ന സകല എണ്ണത്തിനെ പറ്റി ഞാൻ കണക്ക് കൊടുക്കേണ്ടതാ. അല്ല, നിങ്ങളുടെ ഗോത്രകാഴ്ച മാത്രം എടുത്തേച്ച് അടിച്ച് ഇരിക്കുകയല്ല. ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്വോത്രം ചെയ്ത് ദൈവസന്നിധി കണക്ക് കൊടുക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ നന്നായിട്ട് അറിയണം. ദൈവത്തിന് മഹത്വം. ബോധിച്ച പോലെ നടന്ന് ഇങ്ങനെ നടന്നപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു, വെള്ളപ്പൊക്കം കൊണ്ട് ജലപ്രളയം കൊണ്ട് ഇതിനെ മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് ആ നോഹയ്ക്ക് കൃപ ലഭിച്ചു. നോഹയോട് ദൈവം അരുളി ചെയ്തു, നീ ഗോപേർമനം കൊണ്ട് പെട്ടകം, കേട്ടല്ലോ, പെട്ടകമുണ്ടാക്കി എല്ലാവരോടും പ്രസംഗിച്ചു. പക്ഷെ എല്ലാവരും ഒന്നും കേട്ടില്ല. ഞാൻ ആ വേദപുസ്തകം വായിച്ചു, സന്ധ്യയ്ക്കും വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം. നോഹയുടെ കുടുംബം ഇതിനകത്ത് കയറി. എത്രയോ ആയിരക്കണക്കിന്
ആയിരക്കണക്കിന് ആൾക്കാരോട് നോഹ പ്രസംഗിച്ചു, ഒരെണ്ണം ഇതിനകത്ത് വന്ന് കേറിയില്ല. ഏതാണ്ട് 120 കൊല്ലത്തോളം നോഹ പ്രസംഗിച്ചു, ഒറ്റ ഒരുത്തം കേറിയില്ല. പക്ഷെ മൃഗജാതി, ഇഴജാതി, പറവജാതി ഒരൊറ്റ ആനയുടെ അടുക്കൽ പോലും ചെന്ന് വന്നാട്ടെ കേറ്, പുലി വന്നാട്ടെ കേറ് എന്ന് നോഹ പറഞ്ഞില്ല. അവിടെ ഒരു വാക്യമാണത്, ഇതുങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നെന്ന. നോഹ അങ്ങോട്ട് ചെന്ന് ഒരെണ്ണത്തിന് കിഞ്ചു പാടിയില്ല, എന്റെ ആനയെ ഒന്ന് കേറ്. കടുവായോടോ പുലിയോടോ ഒന്നും ഒരു മൃഗത്തോടും പറഞ്ഞില്ല. ഇടജാതിയാന്നേലും പറവജാതിയാന്നേലും എല്ലാം ഇങ്ങോട്ട് വന്ന് കയറുകയായിരുന്നു. 2 വാക്യം വായിച്ചാൽ തെളിയിക്കാം, വചനത്തിലുണ്ട്. മോനെ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും 8-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വായിച്ചേ. എന്നാൽ സർവ്വഭൂമിയിൽ വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. നോഹ അങ്ങോട്ട് ചെന്നില്ല. മൃഗത്തിന്റെ വെളിവ് പോലും ഇല്ലല്ലോ. അതെല്ലാം നോഹയുടെ അടുക്കലോട്ടാ വന്നെ. ഒന്നുകൂടെ വായിച്ച മോനെ, എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ഒരൊറ്റ മൃഗത്തിനെടുക്ക പോയി നോഹ പറഞ്ഞില്ല കേറണെന്ന്. കാരണം മൃഗത്തിന്റെ വിവരം പോലും പണ്ട് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞ, എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന മഹാനായ വ്യക്തി, ഉന്നതനായ മനുഷ്യനാ. അനേകം ഒരിക്കൽ പറഞ്ഞെന്നാ പറയുന്നത്, നിങ്ങൾ മനുഷ്യനെ മൃഗത്തോട് തുലനപ്പെടുത്തരുതെന്ന്. മനുഷ്യനെ മൃഗത്തോട് തുലനപ്പെടുത്തരുത്. അതിന് മറുപടി എന്നാന്ന് ചോദിച്ചാൽ മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകുമെന്ന്. അദ്ദേഹം വലിയ ഉന്നതനായ മനുഷ്യനാ. അദ്ദേഹം പറഞ്ഞ മനുഷ്യനെ മൃഗത്തോട് തുലനം ചെയ്യരുത്. അതിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. മൃഗത്തിന് നല്ല സ്റ്റാൻഡേർഡാ. 3 മാസം കഴിഞ്ഞാന്തേലും ആ അച്ചായം വരും, ആ പട്ടി ആ വാത് കയറുന്ന വാലാട്ടി ആ സ്നേഹപ്രകടനം. കൊച്ചുങ്ങളോ അന്നേരം അവൻ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക, മാന്തിക്കൊണ്ടിരിക്കുക. 3 മാസം കഴിഞ്ഞ് തന്ത വരിക, ഉടനെ അവൻ ഹായ് ഉണ്ടോ? അത് പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമില്ലേ? പശുവിനെ അടിച്ചു കെട്ടിയ ചമ്മ അതിലെ ഉടനെ പശു അമ്മ, ഉടനെ അമ്മ വരുന്നു, ഞാനിപ്പം പോയിട്ട് കടയിൽ പോയിച്ച് പീടിയെ പോയിട്ട് വരാം. നമ്മുടെ കൊച്ചുങ്ങളാന്നില്ല, ആണ്ട വരുന്നു, ഞാൻ പോവുക. ഉണ്ടോ? ആന്നു മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോലും ചിലർക്ക്. അയ്യോ, വിലാപങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ, ഞാൻ വചനത്തിൽ നിന്ന് തെളിയിക്കാം. മോനെ, ഞാൻ റബ്ബറിന്റെ സംഘം മറന്നു പോയി. സഹോദരിമാർക്കറിയാം മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ്. ഈ കുറുനരി കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നെന്ന്. നിങ്ങൾ ആ വാക്ക് ഏതായാലും സമയം പോയി അതുകൂടെ വായിച്ചു പോവാം. ഉള്ള കാര്യമാ, വചനത്തിൽ നിന്നായി പറയുന്നത്. വചനത്തിൽ നിന്നാ. മോനെ ആരെങ്കിലും കണ്ടെങ്കിൽ എടുത്തൊന്ന് വായിച്ച്. കുറുനരികൾ കുഞ്ഞിന് മുല കൊടുക്കുന്നെന്ന്. പെട്ടെന്ന് ഇത് വായിക്കാൻ ഉടനെ നിർത്തുക. അന്നേരം 10 മണിയാകും. 10 വരെ എടുക്കാനാ പുള്ളി പറഞ്ഞ്. ഞാൻ ആ റബ്ബറിന് സംഘം മറന്നു, എല്ലാം ഇപ്പോൾ ഓർത്തിരിക്കുന്നില്ല. കണ്ടോ? ആരെങ്കിലും പെട്ടെന്ന് എടുത്താ. അതാരാ വായിച്ചേ? എഴുന്നേറ്റ് വന്നേ, ഇങ്ങോട്ട് വാ. കണ്ടോ? നല്ല മിടുക്കി ചടയേന്ന് വാക്യം വായിച്ചു. നിങ്ങൾ ഓർത്തത് പുള്ളി ഉണ്ടാക്കി പറഞ്ഞാന്നാ. അതാണ്ട് വേറെ. കുറുനരികൾക്ക് പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. കുറുനരികൾക്ക് പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. അപ്പോൾ പേരെന്തുവാ? റീജ. ഏത് സഭയിലാ കൂടുന്നത്? ഭാഷ എന്ത് ചെയ്യും? എവിടെ ഇരിക്കും?
എഴുന്നേക്ക് പാസ്. നല്ല സഹോദരിയാ കിട്ടിയേക്കുന്നത്. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ കുറുനരികൾ പോലും മുല കാണിച്ച് കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുക. എല്ലാവരും അല്ലെങ്കിലും ചില സ്ത്രീകളെ കൊച്ചുങ്ങളെ പ്രസവിച്ചേച്ച് കാശുണ്ടാക്കാനായിട്ട് ഇട്ടേച്ച് ഒന്നേ വേലക്കാരുടെ അല്ലെ വല്യമ്മ തള്ളയുടെ കൊടുത്തേച്ച് ഓടുക. തള്ള എന്നിട്ട് ഞായറാഴ്ച ഒരു വലിയ വായും ഒരു 4 കുപ്പി നിപ്പിളും കുപ്പിയായിട്ട് വരും. കൊച്ചിനെ എവിടോട്ട് വിട്ടേച്ച് അതിൻ്റെ വായിലോട് അവിടെ കിടക്കുക. ഇത് തീരുമ്പം അടുത്തത് ഇത് തന്നെ ചേരണം. ഈ കന്നാലിയുടെ പാലെല്ലാം കുടിച്ച് കുടിച്ച് കൊച്ചുങ്ങൾക്കും കന്നാലിയുടെ ആട്ടെ. ഞാൻ നിർത്തി എല്ലാം നിർത്തി മതി. എന്നാ ഇതിവിടെ പിടിച്ചു. നിങ്ങൾ പറയാതിരിക്കുന്ന ആ പുള്ളി അളകുന്നെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ദൈവന്യായം വിധിക്കുക. എങ്ങനെ? വെള്ളപ്പൊക്കം കൊണ്ട് ഓടിച്ചവസാനിപ്പിക്കുക. നോഹയെയും കുടുംബത്തെ ഇതിനകത്ത് കയറ്റി. ഏതാണ്ട് 371 ദിവസത്തോളം ഈ സംഭവബഹുലമായ അന്തരീക്ഷം. ഒടുവിൽ ദൈവത്തിന് മഹത്വം. അവൻ നിലമുണങ്ങി. നോഹയും കുടുംബവും പുറത്തിറങ്ങി. അതുകൂടെ പറയാം, പുറത്തിറങ്ങി ഉടനെ ചെയ്യുന്നത് ആരാധനയാ. ദൈവത്തിന് മഹത്വം. ഈ പെട്ടകത്തിനകത്ത് പാർത്തതും ഇതിനകത്ത് സംരക്ഷിച്ചത് എന്തിനെ കാണിക്കുന്നെന്ന് ചോദിച്ചാൽ പത്രോസിന്റെ ലേഖനം 3:20 വായിക്കുന്നത് ഇത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പറഞ്ഞാൽ, ഒന്ന് രാഗാവിനെയും വിഷയം കാണിച്ചത് രക്ഷയെ കാണിക്കുന്നു. നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കിയത് സ്നാനപ്പെട്ടതിനെ കാണിക്കുന്നു. ഇത് സ്നാനത്തിന് മുൻകുറി. ഉപദേശമല്ലേ? അപ്പൊ പറയാതെ 5 മിനിറ്റ്, ഇതിൽ 5 മിനിറ്റ്, ഇത് കറക്റ്റാണോ? എസ്രായിയുടെ പുസ്തകം 1:7 വായിച്ചേ മോനെ. എസ്രായിയുടെ പുസ്തകം 1:7 പെട്ടെന്ന് വായിച്ചു. ഇനി ചടികടാന്നാ പെട്ടെന്ന് വായിച്ചു. താളിഞ്ഞോട്ട് മറിക്കുമ്പോ ഇടത് വശത്ത് മേളില് എസ്രായില്ലേ? നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. ദൈവാലയം വക മുഴുവൻ പാത്രവും സമയമായപ്പോൾ പുറത്തെടുപ്പിച്ചു. ചരിത്രമൊക്കെ പറഞ്ഞ് പ്രസംഗിക്കേണ്ടതാ. ഇപ്പം സിദക്കിയാവിന്റെ കാലത്ത് ഇവരെ പിടിച്ചു പോയി അവിടെ കണ്ണും കുത്തി പൊട്ടിച്ച് കൊണ്ടുപോകാൻ ഒത്തിരി കാര്യമുണ്ട്. പ്രമാണം വിട്ട് വ്യവസ്ഥ തെറ്റി പുരോഹിതന്മാരും പ്രമാണം വിട്ട് ദൈവദാസന്മാരെ ദൂഷിച്ച് ഉപശാന്തി ഇല്ലാതാകുവോളം പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് ഇവരെ പ്രവാസത്തിലോട്ട് കൊണ്ടുപോകുക. അങ്ങനെ നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇവരെ അടിമകളായി കൊണ്ടുപോയി ദൈവാലയം വക സകല ഉപകരണങ്ങളും ഇവൻ പിടിച്ചെടുത്ത് ബാബേലിൽ ദേവന്റെ ക്ഷേത്രത്തിനായിരുന്നുകൊണ്ട് അടച്ച് മുദ്രയാക്കിയിട്ട് പറഞ്ഞു, ഇനി ഒരൊറ്റ ഉപകരണം വെട്ടം കാണുകയില്ല. എന്നാൽ യിരെമ്യാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം 25:12, 29:12, 2 വൃത്താന്തം 36:21, ദാനിയേൽ 9:2 ഒക്കെ പഠിക്കുമ്പോൾ 70 കൊല്ലം കഴിഞ്ഞപ്പോൾ കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അവ കൽപ്പന പുറപ്പെടുവിച്ചു. ദൈവാലയം വക പാത്രങ്ങൾ മുഴുവൻ സമയത്ത് ദൈവം പുറത്തടിപ്പിച്ചു. ഇതെന്തോ പാത്രമാ? ആലയത്തിലുള്ള പാത്രമാ എന്ന് പറഞ്ഞ ആരാധനയ്ക്കുള്ള പാത്രമാ. ദൈവത്തിന് മഹത്വം. ആ പാത്രം ഏതാണ്ട് 5400 പാത്രം. കണക്കുണ്ട് അവിടെ ഇല്ലയോ മോന്? പിന്നെ മടക്കിയോ? പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400. 5400. എന്റെ ഭാഷയെ പറഞ്ഞ ഒരു സ്പൂണ് പോലും ഇടാതെ മുഴുവൻ പാത്രവും സമയമായപ്പോൾ ദൈവം പുറത്തിറക്കി. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം രാഘവനെയും കുടുംബത്തെയും പുറത്തിറക്കി രക്ഷ. നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കി സ്നാനം. അങ്ങനല്ലേ പ്രസംഗിച്ച് കയറണ്ടേ? ദൈവാലയം വക ഉപകരണം മുഴുവൻ പുറത്തിറക്കി ആരാധന. ഒരു കാര്യം കൂടെ പറയണം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നു. ഉൽപ്പത്തി 19 മോനെ അതിന്റെ 16, 17 ഒന്ന് വായിച്ചേ. അവൻ താമസിച്ചപ്പോൾ നന്നായിട്ട് വായിക്കും, ഉറക്കെ വായിക്കും. അവൻ താമസിച്ചപ്പോൾ ഒന്നുകൂടെ വായിച്ചേ. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും അവനെന്ന് പറഞ്ഞ അവനെന്ന് തന്നെ പറഞ്ഞ അവൻ ലോത്ത്, മിസ്റ്റർ ലോത്ത്.
അവനെയും ഭാര്യയെയും ഭാര്യയെയും 2 പുത്രിമാരെയും ആ. കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം മതി ലോത്തിനെയും കുടുംബത്തെ പുറത്തിറക്കി. എവിടുന്ന് പുറത്തിറക്കി? എവിടുന്ന് അവൻ? പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി. ഏത് പട്ടണം? സോതോം. ഓ, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ആ. ലോത്ത് സോതോം ആ പട്ടണവാതിൽ പുള്ളി പട്ടണത്തിന്റെ വാതിക്കൽ ഇരിക്കുക. പട്ടണവാതിക്കൽ എന്തോ സജി മേത്താൻ ഏതാണ്ട് ചെവി പറയാൻ ഒരുങ്ങി. പോണമെന്നാന്നോ പരുവക്കേടാന്നാന്നോ എന്തോ പറയാൻ ഓങ്ങി. ഞാൻ നോക്കിയപ്പോ അങ്ങ് മാറി. ഇനി പോകുമ്പോ പറയാം. അപ്പൊ ശ്രദ്ധിച്ചേ, കൈക്ക് പിടിച്ച് ലോത്തിനെയും ഭാര്യയെയും 2 പെൺകുട്ടികളെ പുറത്തിറക്കി. അതിനാ എന്ത് ചെയ്താ ഇറങ്ങുകയല്ല. ദൂതന്മാര് വൈകുന്നേരത്ത് വന്നതാ. ഈ തള്ളച്ചി എന്ത് ചെയ്താ? അച്ഛാ ഞാൻ തന്തൂരി കഴിച്ചു വെച്ചിറങ്ങാന്ന്. ലോകത്ത് പറഞ്ഞെടി നമ്മൾ തന്തൂരിയാകാൻ സാധ്യത. മേളിൽ നിന്ന് കത്തി ഇറങ്ങുക. സൈമൺ സാർ കൊടുത്തൊരു പദമുണ്ട്, ജ്വലന കന്നക്കട്ടകൾ നടുവിലിടിവാളുകൾ, മിന്നലും ഇടിയും കൂടെ ഒന്നിച്ചിറങ്ങുക. ജ്വലന കന്നക്കട്ടകളുടെ നടുവിലിടിവാളുകൾ, ജാതരോക്ഷം പരന്നാകാശവീതിയിൽ പ്രളയമതിൽ ഉയരും ഒരു ചണ്ടവാദങ്ങളും പ്രത്യുൽക്രമിച്ചു നിഷ്പ്രത്യൂഹമാമിതം. നിമിഷ സമയം കൊണ്ടു ദിവ്യാശുഷ്കണി നിർഗളിച്ചാമ്പരതിക്കിൽ നിന്നക്ഷണം. വലിയ നിലയങ്ങളും വൻമാളികകളും വൻപരിൻ പൗരരാം സകലതും കത്തി ഇറങ്ങുക. തുരകരമയ വൃഷമാദികൾ തുരകം കുതിര കത്തി, കുതിര ലയമെല്ലാം കത്തിയെന്ന്. തുരക കരം കഴുത, തുരകര മയം ഒട്ടകം, തുരകരമയം മയ ഒട്ടകം, ഒട്ടകക്കൂട്ടം മൊത്തം കത്തി. തുരകരമയ മഹിഷം പോത്തും പോത്തനും എല്ലാം കത്തി. തുരകരമയ മഹിഷം ഋഷഭാദിയാൽ ഋഷഭം കാള. അപ്പം സകല എണ്ണത്തിനെയും കത്തിക്കുക. തുരകരമയ മഹിഷം ഋഷഭാദിയാൽ തുന്തിലമായുള്ള നാട്ടിൻ പുറങ്ങളും കിരണമുട്ട കരടി പുല്ലി കാട്ടാട് ജംബുകം കുറുക്കം വരെ കത്തി. സകലതും എല്ലാം ചൊല്ലാൻ നേരമില്ല. യവമഭിജ ഗോതമ്പ് ചോളം ചണം മല്ലി തീരകം നാരകം ഗോസ്തനി വല്ലികൾ യവം എല്ലാം കത്തി. യവമഭിജ ഗോതമ്പ് ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനി വല്ലികൾ ഒലിവ് മരമത്തിയും ദേവതാർവാദികൾ ഒക്കെയും ഭസ്മീകരിച്ചു നൽപീടയാൽ ആഗ്നേയ പീഡ വന്നു. അടിച്ച് കത്തിച്ചു ദൈവം. അപ്പൊ അതിനു മുമ്പ് ഈ ലോത്തിനെയും കുടുംബത്തെയും പുറത്തിറക്കാണ്. ഇയാൾ തന്നെ പട്ടണവാതിൽക്കൽ പോയിരിക്കുക. ആരാ? ലോത്ത്. പട്ടണവാതിൽക്കൽ സാധാരണ ഇരിക്കുന്നത് പ്രമാണിയാ, മൂപ്പനാ, നാട്ടിലെ പ്രമുഖനാ പട്ടണവാതിൽക്കൽ. അതല്ലയോ രൂത്തിന്റെയും ബോവസിന്റെയും കല്യാണത്തിന്റെ പട്ടണത്തിലിരുന്ന മൂപ്പന്മാരല്ലേ പറഞ്ഞ്. എന്തിനാ പട്ടണവാതിൽക്കൽ ഇരിക്കുന്നത്? പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന കാര്യം ന്യായം നടത്തി കൊടുക്കണം. തെറ്റാന്നും ശരിയാന്നും. അതിനാ പട്ടണവാതിൽക്കൽ. ഇയ്യോബ് പട്ടണവാതിൽക്കൽ പോയി ഇരിക്കുമായിരുന്നു. അങ്ങനല്ലയോ മോനെ? 29:7 വായിച്ച് വാക്യം അങ്ങ് വെളിപ്പെടുക. അതുകൊണ്ട് അങ്ങ് പറഞ്ഞെന്ന് നിർത്തുക. അതെല്ലാം എല്ലാം മടക്കി വെച്ചു. ഞാൻ പുറപ്പെട്ടു പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്ന്. പട്ടണത്തിന്റെ പടിവാതിൽക്കൽ ഇയ്യോബ് പോയിരിക്കുക. എന്തിനാ പട്ടണത്തിന്റെ പടിവാതിൽക്കൽ പോയിരിക്കുന്നത്? വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ പട്ടണത്തിന്റെ വാതിൽക്കൽ ഇരിപ്പിടം വെക്കുമ്പം യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, ബഹുമാനമാ, പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും. പുള്ളി സംസാരിക്കുന്നു, അത്ര പ്രമുഖനാ. എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല. 12 മുതൽ വായിച്ച മോനെ. നിലവിളിച്ച എളിയവനെയും അനാഥനെയും അനാഥനെയും തുണയറ്റവനെ ഞാൻ വിടുവിച്ചു. പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന ഇതൊക്കെ ചെയ്യണം. നീതി ന്യായം ഒക്കെ നടത്തി കൊടുക്കണം. എനിക്ക് ഇന്ന് അങ്ങ് വെളുക്കോളം പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞാൻ അങ്ങ് അടങ്ങുക. ലോത്ത് ഇതൊന്നും ചെയ്തില്ല. ലോത്ത് എന്നെ എടുക്കുകയായിരുന്നു. ഈ നീതി ന്യായവും നടത്തി കൊടുക്കണം, അനാഥനെ മിതവയും സംരക്ഷിക്കണം. പുള്ളി ഇതൊന്നും ചെയ്യുന്നില്ല. പുള്ളി എന്നെ എടുക്കുക മോനെ. ആ 2 ദൂതന്മാർ അവര് ദൂതന്മാര് വന്നിട്ട് പുള്ളി എന്നെ എടുക്കുക. ലോത്ത് സോതോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഇരുന്നോണ്ട് എന്നെ എടുക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എതിരേറ്റ് അതൊന്നും അല്ലെന്ന്. പത്രോസിന്റെ 2-ാം ലേഖനം 2:6 വായിച്ചേ. പുള്ളി എന്നെ എടുക്കുക അവിടെ എഴുതിയിട്ടുണ്ട്.
പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം പെട്ടെന്ന്. സോദോം ഗൊമോർ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്തെ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മയുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നേൽതോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും. ഇതാ പുള്ളിയുടെ വരി. ഇത് കാണുകയും പുള്ളി പാപം ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന പാപം എല്ലാം പുള്ളി കാണുക, അഭിപ്രായം പറയുന്നുണ്ട്, കേൾക്കുന്നുമുണ്ട്. പക്ഷെ പട്ടണവാതിക്കലിരിക്കുന്നത് ഇതിനല്ല, ന്യായം പാലിച്ചു കൊടുക്കാനാ. ലോകത്ത് ചെയ്തില്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. ഗന്ധകത്തീ വന്ന് സകലയെണ്ണത്തിനെ കത്തിച്ച് ചാമ്പലാക്കുന്നതിന് മുമ്പ് ഇവനെയും കുടുംബത്തെ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇതെന്തിനെ കാണിക്കുന്നറിയാമോ? വേർപാടിനെ കാണിക്കുന്നു. നാളെ യോഗമില്ലല്ലോ, അതുകൊണ്ട് ഈ ഉപദേശം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഒക്കെ ഉള്ളു. രാഘാവും കുടുംബവും വെളിയിലിറങ്ങിയത് രക്ഷയെ കാണിക്കുന്നു. നോഹയും കുടുംബവും പുറത്തിറങ്ങിയത് സ്നാനത്തെ കാണിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവാലയമക ഉപകരണങ്ങൾ പുറത്തിറക്കിയത് ആരാധനയെ കാണിക്കുന്നു. ലോത്തിനെയും കുടുംബത്തെയും പുറത്തിറക്കിയത് വേർപാടിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം, നീ അഭിഷേകം പ്രാപിക്കണം, നീ വേർപാട് പാലിക്കണം. ഇത് പാലിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ട് സമർപ്പിച്ച്. ഓ ദൈവത്തിന് മകന്, ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ ഇണയില്ല കൂറു പ്രാവു പോലെ പകൽ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ നാഥ, ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ എന്റെ മണവാളനെ എന്നിൽ കൈയടിച്ച് ചേർന്ന് വരവിന്നു കൈയടിച്ചു. എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിന് താമസ ഏറെയാകുമോ വരവിന്നു. മകത്വത്തിൻ പ്രഭുവനിൻ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ ജ്വലിച്ചങ്ങുമീരു എല്ലാം നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ, വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിന് കൈയടിച്ച് ചേർന്ന് യാകുമോ വരവിന്. ഓ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിന്. ഗ്ലോറി. മകത്വത്തിൻ പ്രഭുവേ നിൻ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ ജ്വലിച്ചങ്ങുമീരുളല്ല നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ, വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്റെ മണവാളനെ. ൂടബലപടബല ദിരിവികബലപടബല ദിവിക്കബലപടബല ദിരിവികബല ആകുമോ വരവിനോ താമസ ഏറെയോ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകും, വരവിനു മകനുണയോടാനിയാനും സദാകാല വിഭാഗത്തി ഒരുങ്ങുന്നു മണവാട്ടി ആയി ശോഭിപ്പാൻ തിരഞ്ഞെടുത്തതും ഓർത്തു വാഴ്ത്തുന്നേ എന്നെ, തിരഞ്ഞെടുത്തതും ഓർത്തു വാഴ്ത്തുന്നേ എന്റെ മണവാളനെ എന്ന്. ൂടമാറബ ശന്തൽ കമലപടബല ദിരിവികബലബല ദീവനപടബലബല ദിരിവികബലപടബല ഓ ദിവികമനപടബല ദിരി
തിരിപ്പിക്കമല്ല. ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഊടാറവ ചന്തൽ കമനപടമല തിരിപ്പിക്കമല്ല അന്തരാ ജലതല വൈഡൽ കമനപടമല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ.